പത്തനംതിട്ട ജില്ലാ ICAR കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ ഫോർ ജാക്ക് ഫുഡ് നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ബിയോണ്ട് ജാക്ക് ഡിജിറ്റൽ ഡിസ്കോഴ്സ് സീരീസിന്റെ 6ാം ദിവസത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നിങ്ങൾ നൽകിയ സഹകരണത്തിനും പാർട്ടിസിപ്പേഷനും ഞാൻ ആദ്യമേ നന്ദി അറിയിക്കട്ടെ. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം നിങ്ങളുടെ സ്വന്തം എന്റർപ്രണർഷിപ്പ്, നിങ്ങളുടെ സ്വന്തം എന്റർപ്രൈസ് ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ്. പ്രധാനമായിട്ടും നിങ്ങളുടെ എന്റർപ്രൈസ് ആരംഭിക്കുമ്പോൾ നമുക്ക് ആദ്യമായി ഇതിന് വേണ്ടിയത് ഒരു ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടാണ്. ഈ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് എങ്ങനെ ഉണ്ടാക്കണം, ഇതിന്റെ ആവശ്യകത എന്താണ് മുതലായ കാര്യങ്ങളെ പറ്റി ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസില് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ടുള്ള ഹരി KSR ആണ്. വിവിധ പദ്ധതികൾക്ക് പ്രൊജക്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കി നല്ല പ്രാഗൽഭ്യമുള്ള ശ്രീ ഹരി സാറിനെ നിങ്ങളുടെ ഏവരുടെയും നാമത്തില് ഞാൻ ഈ ബിയോണ്ട് ജാക്ക് ഡിജിറ്റൽ ഡിസ്കോഴ്സ് സീരീസിലേക്ക് ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പങ്കെടുക്കുന്ന നിങ്ങളുടെ ഏവരുടെയും അറിവിലേക്ക് ചില കാര്യങ്ങൾ പ്രസ്താവിക്കട്ടെ. ഈ ട്രെയിനിങ്ങിന്റെ അല്ലെങ്കിൽ ഈ ഡിസ്കോഴ്സ് സീരീസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ അച്ചടക്കപൂർവമായ ഒരു സഹകരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വീഡിയോയും മൈക്കും മ്യൂട്ട് ചെയ്ത് സഹകരിക്കുക. അതുപോലെ തന്നെ പ്രസന്റ് നൗ ബട്ടൺ ഒരിക്കലും പ്രസ് ചെയ്യാതിരിക്കുക. പ്രസന്റേഷൻ നടക്കുന്ന സമയത്ത് പ്രസന്റേഷൻ കാണുന്നതിന് വേണ്ടി ഹരി അയ്യപ്പൻപിള്ള എന്നുള്ള ആ പ്രസന്റേഷൻ ഉള്ളത് നിങ്ങൾ പിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ പ്രസന്റേഷൻ നന്നായി കാണാൻ സാധിക്കും, വ്യക്തമായി കേൾക്കുവാൻ സാധിക്കും. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ആവശ്യമായ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഈ ഡിസ്കോഴ്സ് സീരീസിലേക്ക് ഞാൻ പ്രിയപ്പെട്ട ഹരി സാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ട്രെയിനിങ് നേതൃത്വം നൽകുന്നതിന് വേണ്ടി സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. നമസ്കാരം, എന്റെ പേര് ഹരി. സാർ ഇപ്പൊ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വ്യവസായ ഓഫീസറാണ്. നമുക്കറിയാം, ഇന്ന് കോവിഡ് അല്ലെങ്കിൽ കൊറോണ ബാധിച്ച് ലോകം മുഴുവൻ ഒരു വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലാണ്. നല്ല രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഒരു സംരംഭം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, ഒരു സംരംഭം എങ്ങനെ വിജയിപ്പിക്കാം, വളരെ പ്രയാസകരമായ ഒരവസ്ഥയാണ്. അതോടൊപ്പം ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്കറിയാം, ഒരു സംരംഭം തുടങ്ങുമ്പോൾ പ്രാക്ടിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം. പക്ഷേ ശരിക്കും ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു പദ്ധതി രൂപരേഖ അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട്, സാധാരണക്കാർക്കിടയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് പലർക്കും അറിയില്ലാത്തൊരു സംഭവമാണ്. പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോജക്റ്റ് റിപ്പോർട്ട്, പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ വേണം, ഇത് ആരാണ് തയ്യാറാക്കുന്നത്, എന്തിനു വേണ്ടിയാണ് തയ്യാറാക്കുന്നത്, പലർക്കും അറിഞ്ഞുകൂടാ. ശരിക്കും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കിയാൽ ഒരു സംരംഭത്തിനെ സംബന്ധിച്ച്, തുടങ്ങാൻ പോകുന്ന ഒരു സംരംഭത്തിനെ സംബന്ധിച്ച് പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുകയാണ്. ഒരു പക്ഷേ 70%, 100% ഞാൻ പറയുന്നില്ല, 70-75% ആ പദ്ധതി രേഖ നമ്മൾ തുടങ്ങാൻ പോകുന്ന സംരംഭത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഏകദേശം ഒരു 70-75% നമ്മൾ തുടങ്ങുന്ന സംരംഭത്തെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും, ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. ശരിക്കും ഒരു പ്രോജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു വ്യവസായ സംരംഭത്തെ സംബന്ധിച്ചൊരു പുസ്തകം തന്നെയാണ്. ഒരു ബൈബിള് അല്ലെങ്കിൽ ഭഗവത്ഗീത എന്നൊക്കെ പറയുന്ന പോലെ, ഖുർആൻ എന്നൊക്കെ പറയുന്ന പോലെ വ്യവസായ സംരംഭകരെ സംബന്ധിച്ച് ഇത് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പുസ്തകം. ഈ പ്രോജക്ട് റിപ്പോർട്ടില് എന്തൊക്കെ വേണം, അത് എങ്ങനെ കണ്ടെത്താം, അത് എങ്ങനെ തയ്യാറാക്കാം, അതൊക്കെയാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പ്രോജക്ട് റിപ്പോർട്ടിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഒരു ദിവസത്തെ ഒരു 1.5 മണിക്കൂറത്തെ ക്ലാസ് കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഒരു പക്ഷേ. എന്നിരുന്നാൽ പോലും ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പദ്ധതി രൂപരേഖ അല്ലെങ്കിൽ
പ്രോജക്ട് റിപ്പോർട്ടിൽ എന്തൊക്കെ വേണം, അത് എവിടുന്ന് കണ്ടെത്താം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് വിശ്വാസമുണ്ട് നമ്മൾ 1.5 മണിക്കൂർ ഈ ക്ലാസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പദ്ധതിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, അതെങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമായിട്ട്, ഇന്ന് സെപ്റ്റംബർ 8 നല്ലൊരു ദിവസമാണ്. എല്ലാവർക്കും ഈ കോവിഡിന്റെയും കൊറോണയുടെയും എല്ലാം പ്രശ്നങ്ങൾ അതിജീവിച്ച്, സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഈ പദ്ധതി രേഖയൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി നാളെ നല്ല വലിയ സംരംഭകരായി എല്ലാവരും തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഒരു പ്രോജക്ട് റിപ്പോർട്ട്, ഹൗ ടു പ്രിപ്പയർ എ പ്രോജക്ട് റിപ്പോർട്ട്. ഒരു പ്രോജക്ട് റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കാം, അല്ലെ? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പ്രോജക്ട് റിപ്പോർട്ടിൽ എന്തൊക്കെ വേണം? ഞാൻ ആദ്യമേ ഒരു കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു പോവുകയാണ്. അതിനുശേഷം നമുക്ക് അത്യാവശ്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഒരു ബേസിക് ഷീറ്റ്. മുമ്പേ പറഞ്ഞ പോലെ ഒരു പ്രോജക്ട് റിപ്പോർട്ടിനെ സംബന്ധിച്ചൊരു പേജ്, ഒരു യൂണിറ്റിന്റെ പേരൊക്കെ ഒരു ബേസിക് ഷീറ്റ് ഉണ്ടാവും. അതിനുശേഷമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊജക്ട് അറ്റ് എ ഗ്ലാൻസ് എന്ന് വെച്ചാൽ ഒരു സംക്ഷിപ്ത രൂപം. ആ പ്രോജക്ട് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് അതിനെ സംബന്ധിച്ചുള്ളൊരു സംക്ഷിപ്ത രൂപം ഒരു പേജിൽ ഉണ്ടായിരിക്കും. അതാണ് പ്രൊജക്ട് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കൊരു പ്രൊജക്ട് രണ്ടായിട്ട് തിരിച്ചാൽ ഒരു എക്സിക്യൂട്ടീവ് സമ്മറിയുടെ ഒരു ഭാഗം ഉണ്ടാവും, ഒരു കാൽക്കുലേഷന്റെ ഒരു ഭാഗം ഉണ്ടാവും. ഈ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറഞ്ഞ് ഒരു ഭാഗത്തില് ഏകദേശം ഒരു 10-12 നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. പ്രൊജക്ടിന് 2 ഭാഗം ഞാൻ പറഞ്ഞു, ഡിസ്ക്രിപ്റ്റീവ് ഐറ്റം ഉണ്ട്, കാൽക്കുലേഷൻ ഐറ്റം ഉണ്ട്. അതില് ഡിസ്ക്രിപ്റ്റീവ് ഭാഗം വരുന്ന ഭാഗം നമ്മൾ എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് പറയും. അതിനുശേഷം കാൽക്കുലേഷൻ വരുന്ന എക്കണോമിക്സ് ഓഫ് ദി പ്രോജക്ട്. ദെൻ പ്രോഫിറ്റബിലിറ്റി, പ്രോജക്റ്റഡ് പ്രോഫിറ്റബിലിറ്റി. അതെന്തൊക്കെയാണെന്ന് ഞാൻ പുറകെ പറയാം. ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട, ടെൻഷൻ ആവണ്ട, ഞാൻ പറയാം. ഓരോന്ന് കൃത്യമായിട്ട് പറഞ്ഞു. ദെൻ അതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടത് ബ്രേക്ക് ഈവൻ അനാലിസിസിലാണ്, ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലാണ്, ഒരു പ്രോജക്റ്റഡ് ബാലൻസ് ഷീറ്റ്. സാധാരണഗതിയിൽ നമ്മളൊരു പ്രോജക്ട് റിപ്പോർട്ട് ഒരു ജനറലി തയ്യാറാക്കുമ്പോൾ നമ്മൾ ബാങ്ക് ലോണിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ പ്രോജക്ട് റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കാറ്. നമ്മൾ പദ്ധതി രൂപരേഖ വ്യവസായം സംബന്ധിച്ചാണെങ്കിലും ബാങ്ക് ലോണിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു 5 ഇയർ ആണ് ഒരു സ്റ്റാൻഡേർഡ് പ്രോജക്ട് റിപ്പോർട്ടിന്റെ പ്രൊജക്ഷൻ നമ്മൾ കാണിക്കാറുണ്ട്. 5 ഇയർ ആണ്. അപ്പൊ ഈ ക്യാഷ് ഫ്ലോ ആയാലും ശരി, പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് ആയാലും ശരി, എല്ലാം ഒരു 5 ഇയർ 5 വർഷത്തേക്കായിരിക്കും ഉണ്ടാകുന്നത്. ഇനി എക്സിക്യൂട്ടീവ് സമ്മറി 2 പാർട്ടിന്റെ ആദ്യത്തെ പാർട്ട് എക്സിക്യൂട്ടീവ് സമ്മറി എന്ന് ഞാൻ പറഞ്ഞു. ഈ എക്സിക്യൂട്ടീവ് സമ്മറിയിൽ ആദ്യം വേണ്ടത് ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ എന്ത് കാര്യം, അതാ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പറ്റും, KVK സാർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞാൻ ആരാണ്, എന്താണ് എന്റെ എക്സ്പീരിയൻസ്, ഇല്ലേ? ഇതുപോലെ തന്നെ അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോകുന്ന പദ്ധതിയെ സംബന്ധിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൃത്യമായിട്ട് നമ്മൾ തയ്യാറാക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നമുക്കറിയാം, ഗൂഗിളിലൊക്കെ കയറി കഴിഞ്ഞാൽ എന്ത് കാര്യവും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഒരു ഹോളോബ്രിക്സ് യൂണിറ്റ് ആണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഹോളോബ്രിക്സ് വിക്കിപീഡിയ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോളോബ്രിക്സിന്റെ തുടങ്ങിയ കാലം മുതലുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇൻട്രൊഡക്ഷൻ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇൻട്രൊഡക്ഷൻ ആയി. പിന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യും. കാരണം ഇപ്പൊ ലൊക്കേഷനെ സംബന്ധിച്ചുള്ള ലൊക്കേഷൻ അഡ്വാൻറ്റേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യും. ദെൻ സ്കോപ്പ് ഓഫ് ദ പ്രോജക്ട്. എന്താണ് ഈ പ്രോജക്ടിന്റെ സ്കോപ്പ്? നിലവിലെ അവസ്ഥയിൽ എന്ത് സ്കോപ്പാണ് ഈ പ്രോജക്റ്റിന് ഉള്ളത്? ഞാൻ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ആദ്യമേ ഒന്ന് കാണിച്ചു പോവുകയാണ്. പിന്നെ പ്രൊമോട്ടർ, മൂന്നാമത് എക്സിക്യൂട്ടീവ് സമ്മറിയിൽ വരുന്നത് പ്രൊമോട്ടറെ കുറിച്ചാണ്. പ്രൊമോട്ടർ ആരാണ്, പ്രൊമോട്ടർ എന്താണ്, അതൊക്കെ പറയാം, കൃത്യമായിട്ട് പറയാം. 4-മത്തെ കാര്യം ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. പിന്നീട് വരുന്ന ഇമ്പോർട്ടന്റ് ഒരു ഭാഗം പ്ലാന്റ് ആൻഡ് മെഷീനറി. ശരിക്കും ഒരു പദ്ധതിയെ സംബന്ധിച്ചുള്ള നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു വ്യവസായ സംരംഭത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും കീ ഭാഗം പ്ലാന്റ് ആൻഡ് മെഷീനറി. ദെൻ റോ മെറ്റീരിയൽസ്.
അതിനുശേഷം സ്റ്റാഫ് ലേബർ, ഡയറക്റ്റ് ഉണ്ടാവാം, ഇൻഡയറക്റ്റ് ഉണ്ടാവാം. പിന്നെ അതർ എക്സ്പെൻസ്. പിന്നീട് വേണ്ടത് പവറിനെ സംബന്ധിച്ച്. ഇതെല്ലാം ഡിസ്ക്രിപ്റ്റീവ് ആണ്, കാൽക്കുലേഷൻ അല്ല ഞാൻ ഈ പറഞ്ഞത്. എക്സിക്യൂട്ടീവ് സമ്മറിയിൽ വരുന്നതെല്ലാം ഡിസ്ക്രിപ്റ്റീവ്, ഒരു വിശദ വിവരണമാണ്. സെക്കൻഡ് പാർട്ടിലാണ് കാൽക്കുലേഷനെ സംബന്ധിച്ച് വരുന്നത്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് അല്ല എക്സിക്യൂട്ടീവ് സമ്മറി വരുന്ന അതർ എക്സ്പെൻസ്, പവർ, പിന്നെ ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ്, ഇത് എങ്ങനെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ജസ്റ്റ് ഒരു പാരഗ്രാഫിൽ ഒരു പ്രോസസ്. പിന്നെ മാർക്കറ്റിംഗിനെ സംബന്ധിച്ച് ഇത് എവിടെ മാർക്കറ്റ് ചെയ്യാം, ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് കണ്ടീഷൻ എന്താണ്, എവിടൊക്കെയാണ് ചെയ്യാൻ സാധ്യതയുള്ളത്, അങ്ങനെയുള്ള ഒരു സംഭവത്തെ മാർക്കറ്റിംഗ് സ്റ്റെപ്പ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ്. ദെൻ മോഡ് ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ മീൻസ് ഓഫ് ഫിനാൻസ്. ഇതിന് ഫണ്ട് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഫുൾ ഗവൺമെന്റ് ഗ്രാന്റ് ആണോ, അതോ മറ്റ് ഗവൺമെന്റ് ഏജൻസിയിൽ നിന്നാണോ, അതോ ബാങ്കിൽ നിന്നാണോ, അതോ മറ്റ് നോൺ ബാങ്കിങ് സെക്ടറിൽ നിന്നാണോ, എവിടെ നിന്ന്, അതോ ഓൺ ഫണ്ട് ആണോ, നമ്മൾ തന്നെയാണോ എല്ലാ പൈസയും കയ്യിലെടുക്കുന്നത് 100%? അങ്ങനെയുള്ള ആ ഫിനാൻസിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഇത് വരണം. പിന്നെ ഒരു അസംഷൻ, ഇതെങ്ങനെ ആവും എന്നുള്ള, പിന്നെ ഒരു കൺക്ലൂഷൻ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് സമ്മറി. ഈ എക്സിക്യൂട്ടീവ് സമ്മറി ഞാനിപ്പോ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത് പറയാം. അപ്പൊ രണ്ട് പാർട്ടെന്ന് ഞാൻ പറഞ്ഞു. ബജറ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എക്സിക്യൂട്ടീവ് സമ്മറി, ദെൻ കാൽക്കുലേഷൻ. അതിൽ എക്സിക്യൂട്ടീവ് സമ്മറിയിലെ ഹെഡിങ് എല്ലാം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വരും. അപ്പൊ ഇതിനകത്ത് പറയാനുണ്ട് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനകത്ത് കൃത്യമായിട്ട് പറയുന്നത് എന്താണ് പറയുന്നത്? നമ്മളൊരു പ്രൊജക്ട് റിപ്പോർട്ട് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ബാങ്കോ നമ്മൾ ആർക്കാണോ ഈ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുന്നത്, അവിടെ ആ വ്യക്തി, ഇപ്പൊ ബാങ്ക് മാനേജരോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരോ, ആരാണ് നിങ്ങളുടെ പ്രൊജക്ട്, ആ പ്രൊജക്ട് നോക്കുന്ന ആൾക്ക് when reading a project report one should clearly understand that what is business. എന്താണ് ഒരു സംരംഭകൻ തുടങ്ങാൻ പോകുന്ന സംരംഭം എന്താണെന്ന് ക്ലിയർ ആയിട്ട് ആ ഇൻട്രൊഡക്ഷൻ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കുമ്പോൾ തന്നെ ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ മനസ്സിലാവണം അദ്ദേഹം എന്താണ് തുടങ്ങാൻ പോകുന്നത്, എവിടെയാണ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ളത് ആ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ വെളിപ്പെടുത്തണം. അതിന്റെ നിലവിലെ ഇപ്പം നമ്മുടെ വേണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഈ പ്രൊജക്ടിനെ സംബന്ധിച്ചുള്ള മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ സംസ്ഥാനം ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ ചെയ്ത കാര്യങ്ങൾ ഒക്കെ നമുക്ക് അതിനകത്ത് ഒരു സിനറി ആയിട്ട് നമുക്ക് ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഭവം ശരിക്കും പറഞ്ഞാല് നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഒരുപാട് വലിച്ചു വാരി എഴുതിയില്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു 1-1.5 പേജ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ സാധിക്കും. ആ പ്രൊജക്ട് റിപ്പോർട്ട് ഒരു പേജെങ്കിലും ആ പ്രൊജക്ട് റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഞാൻ പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിലവിലെ അവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഗൂഗിളിൽ വിക്കിപീഡിയയിൽ എന്താണ് നമ്മൾ ഗൂഗിളിൽ ആ പ്രൊജക്ടിനെ സംബന്ധിച്ചുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങളിപ്പോ തുടങ്ങുന്ന ഒരു റെഡിമെയ്ഡ് ഗാർമെന്റ്സോ അല്ലെങ്കിൽ ഒരു കാർഡിയാക് സിസ്റ്റോ അല്ലെങ്കിൽ ഹോളോമിക്സ് യൂണിറ്റോ ഫ്ലോർ മില്ലോ, ഇപ്പൊ നമ്മൾ ഫുഡിനെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ ഒരു ഫുഡിനെ സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ ആ ഫുഡിന്റെ ഫ്ലോർ മില്ലിനെ സംബന്ധിച്ചുള്ള തന്നെ ആ ഫ്ലവർ മിൽ വിക്കിപീഡിയ അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് പ്രൊഡക്ട്സ് മാനുഫാക്ചറിംഗ് വിക്കിപീഡിയ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറെ ഏറെ കിട്ടും പാരങ്ങൾ. അതൊക്കെ വേണം കോപ്പി പേസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ചെയ്യാവുന്നതാണ്. ഇല്ല അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കേട്ടാം. ഓക്കെ, ഇതാണ് ഇൻട്രൊഡക്ഷൻ. ഇനി ദെൻ ലൊക്കേഷൻ ഡീറ്റെയിൽസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എവിടെയാണ് നമ്മുടെ പദ്ധതി തുടങ്ങുന്നത്, അതാണ് ലൊക്കേഷൻ ഡീറ്റെയിൽസ്. അപ്പൊ നമ്മൾ ലൊക്കേഷൻ ഒരു ഹെഡിങ് കൊടുത്ത് നമ്മുടെ പിന്നെ എവിടെയാണ് ഈ സംരംഭം തുടങ്ങുന്നത്, അവിടെ ആ സംരംഭം തുടങ്ങിയാൽ ആ സർവേ നമ്പർ, അതായത് ലാൻഡിന് സർവേ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്ന ലാൻഡിനെ സംബന്ധിച്ചാണ്, സ്ഥലത്തിനെ സംബന്ധിച്ച് ഏത് പഞ്ചായത്തില്, എത്രാമത്തെ അല്ലെ ഏത് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഏത് മുനിസിപ്പാലിറ്റിയില്, എത്രാമത്തെ വാർഡില്, എത്രാമത്തെ സർവേ നമ്പർ, ഏത് സർവേ നമ്പറിൽ പെട്ട് ഏത് വില്ലേജിന്റെ ഉൾപ്പെട്ട സ്ഥലത്താണ്, അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, റോ മെറ്റീരിയൽ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ക്ലിയർ ആയിട്ട് അവിടെ കിട്ടുന്നുണ്ടോ, പവർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടോ, വാട്ടർ ഫെസിലിറ്റി ഉണ്ടോ, ഇതെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകും. അതിനകത്ത് ലൊക്കേഷൻ അഡ്വാൻറ്റേജ് അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അതൊക്കെ സ്ക്രീൻ ഷെയറിംഗ് കാണാൻ കഴിയും. ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ, റോ മെറ്റീരിയൽ അവൈലബിലിറ്റി, ഇലക്ട്രിസിറ്റി, വാട്ടർ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, ഇതൊക്കെ അവിടെ ബെനിഫിറ്റ് ആണോ, ആ ബിസിനസിനെ സംബന്ധിച്ച് അവിടെ അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് നോട്ട് ചെയ്തു. ഇനി അഥവാ നമ്മുടെ
പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അവൈലബിൾ അല്ലെങ്കിൽ പോലും നമുക്ക് ഉണ്ട് എന്ന് നോട്ട് ചെയ്യാം, തീർച്ചയായിട്ടും നോട്ട് ചെയ്യാം. അടുത്ത ഭാഗം വരുന്നത് ഓൺട്രപ്രണറെ സംബന്ധിച്ചാണ്. ഓൺട്രപ്രണറെ സംബന്ധിച്ച് ഓൺട്രപ്രണറെ കുറെ ഡീറ്റെയിൽസ്. ഇത് പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ടാണോ, പാർട്ണർഷിപ്പ് ആയിട്ടാണോ, അതോ കമ്പനി ആയിട്ടാണോ തുടങ്ങുന്നത്, എങ്ങനെയാണ് തുടങ്ങുന്നത്, ആരൊക്കെയാണ് പ്രൊമോട്ടർ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പോകും. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അതിനകത്ത് നോട്ട് ചെയ്യണം, ഏജിനെ കുറിച്ച് നോട്ട് ചെയ്യണം. അങ്ങനെ എത്ര വയസ്സുള്ള ആളാണ് തുടങ്ങുന്നത്, ഇപ്പൊ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയാണ് എത്ര കാലമായി ഈ ഫീൽഡിലുണ്ട്, അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഡീറ്റെയിൽസ് സംരംഭകനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ എഴുതുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പേര് എഴുതണം, അഡ്രസ് എഴുതണം, എക്സ്പീരിയൻസ് എഴുതണം, ഏജ് എഴുതണം, ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ല ക്വാളിഫിക്കേഷൻ, ഒരു MBA ഗ്രാജുവേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ, ഒരു ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ക്വാളിഫിക്കേഷൻ നേടിയാണ്, തീർച്ചയായിട്ടും അത് എഴുതണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൺട്രപ്രണറെ സംബന്ധിച്ച് കൃത്യമായിട്ട് നമുക്ക് ഒരു പാരഗ്രാഫ്, ചെറിയൊരു പാരഗ്രാഫ് ചെയ്ത്. ഓക്കെ, ഇനിയും വരുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞ പോലെ ഈ ലാൻഡ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് ലീസിനാണോ, അതോ സ്വന്തം ലാൻഡ് ആണോ, അതോ നമ്മൾ റെന്റിനാണോ എടുത്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഏത് സർവേ നമ്പറിലാണ്. ബിൽഡിങ്ങിനെ സംബന്ധിച്ചാണെങ്കിൽ ബിൽഡിംഗ് ഈ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്, അതോ നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിംഗ് ആണോ, അല്ലെങ്കിൽ ഇത് റെന്റർ എടുത്തതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. എത്ര സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് എടുത്തിരിക്കുന്നത്, ഇനി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിംഗ് ആണെങ്കിൽ അത് എത്ര സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ട് ചെയ്യും, എത്ര രൂപ പ്ലാൻ എസ്റ്റിമേറ്റ് വെച്ചിട്ട് എത്ര രൂപയാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസിലെല്ലാം ഈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട്. ദെൻ മെഷീനറി ഡീറ്റെയിൽസ്. ഒരു സംരംഭത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു മാനുഫാക്ചറിംഗ് സെക്ടറിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കീ ഭാഗമാണ് മെഷീനറി. അപ്പൊ നമ്മൾ മെഷീനറിയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അവിടെ എന്ത് മെഷീനറിയാണ് ഉപയോഗിക്കുന്നത്, അതിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, എത്ര എണ്ണം ക്വാണ്ടിറ്റി, എത്ര എണ്ണം മെഷീനറിയാണ്, ഇത് എവിടുന്ന് വാങ്ങാൻ, അത് നമ്മൾ അതിനകത്തിൽ നോട്ട് ചെയ്തില്ലെങ്കിൽ, എവിടുന്ന് വാങ്ങും എന്നുള്ളത് നോട്ട് ചെയ്തില്ലെങ്കിലും ക്വാണ്ടിറ്റിയും അതിന്റെ കപ്പാസിറ്റിയും ഏതൊക്കെ മെഷീനറിയാണെന്നുള്ള കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. കാരണം ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഒരാൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവണം ഇത് ഏതൊക്കെ മെഷീനറിയാണ്. അതിനെക്കുറിച്ച് ഒരു ലഘു വിവരണം നമ്മുടെ മെഷീനറി ഡീറ്റെയിൽസിനകത്ത് കൊടുക്കും. ഓക്കെ, അടുത്തത് വരുന്ന റോ മെറ്റീരിയൽസിനെ സംബന്ധിച്ച്. റോ മെറ്റീരിയൽസും ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ഒരു ഭാഗം. എന്തൊക്കെ റോ മെറ്റീരിയലാണ്? ഇപ്പം ചില സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് റോ മെറ്റീരിയൽ ഉപയോഗിക്കേണ്ട അവസ്ഥയുണ്ട്. 10ഉം 15ഉം റോ മെറ്റീരിയൽ ഉപയോഗിക്കേണ്ട ചില സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4, 5, 6 റോ മെറ്റീരിയൽസിനെ കുറിച്ച് ഡിസ്ക്രിപ്റ്റീവിൽ വന്നാൽ മതി. അതിനെ സംബന്ധിച്ചൊരു ചെറിയ അതിന്റെ പ്രൈസ് എത്ര രൂപയ്ക്കാണ്, അങ്ങനെയുള്ളൊരു സംഭവത്തിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ റോ മെറ്റീരിയൽ വേർഷനിൽ. പിന്നീട് വേണ്ടത് അതർ എക്സ്പെൻസ്. അതർ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വാടകയ്ക്കാണ് ഒരു ബിൽഡിംഗ് എടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ അതർ എക്സ്പെൻസ് റെന്റ് വരാം, അല്ലേ? പിന്നീട് കറണ്ട് ചാർജ് ഉപയോഗിക്കുമ്പോൾ കറണ്ട് ചാർജ്, ഇലക്ട്രിസിറ്റി ചാർജ് വരാം. ഫോൺ ചെയ്യുന്നതിന് മറ്റു കമ്മ്യൂണിക്കേഷൻ ചാർജ് വരാം. നമ്മൾ എല്ലാ മാസവും മെറ്റീരിയൽ എടുക്കും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും എടുക്കും, 2 ആഴ്ച കൂടുമ്പോൾ. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് വരാം. നമ്മൾ ഇത് വാങ്ങാൻ പോകുമ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് വരാം, മെയിൻ്റനൻസ് എക്സ്പെൻസ് വരാം, ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റ് അതർ അൺഫോർസീൻ എക്സ്പെൻസുകൾ വരാം. ഇതൊക്കെ കൂടുന്നതാണ് അതർ എക്സ്പെൻസ്. ഇൻഷുറൻസ് ചിലപ്പോൾ വരാം ചിലർക്ക്. അപ്പൊ ഇതൊക്കെ കൂടുന്നതാണ് അതർ എക്സ്പെൻസസ് പറയാം. അതിനെ സംബന്ധിച്ചും ചെറിയൊരു ഡിസ്ക്രിപ്റ്റീവ് കാര്യം. അപ്പൊ ഇതൊക്കെ ഒരു ചെറിയൊരു പാരഗ്രാഫായിട്ട് നോട്ട് ചെയ്ത് നമ്മുടെ പ്രൊജക്ടിന്റെ ആദ്യത്തെ ഭാഗത്ത് വരുന്നതാണ്. പ്രൊജക്ട് റിപ്പോർട്ടിന്റെ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് ആദ്യത്തെ ഭാഗത്താണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ ചെറിയൊരു പാരഗ്രാഫായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊടുത്ത് വായിക്കുന്ന ഒരാൾക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് കാൽക്കുലേഷൻ. പിന്നീട് വരുന്നത് സ്റ്റാഫ് ആൻഡ് ലേബറിനെ സംബന്ധിച്ചാണ്. ഈ സ്റ്റാഫ് ആൻഡ് ലേബറിനെ ഇവിടുന്ന് ലോക്കലി ആണോ സെലക്ട് ചെയ്യുന്നത്, ഈ സ്റ്റാഫ് ആൻഡ് ലേബർ ഏതൊക്കെ ഡെസിഗ്നേഷൻ ഉള്ള ആൾക്കാരാണ്, അത് എത്ര എണ്ണം ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്റ്റാഫ് ആൻഡ് ലേബർ പോർഷനിൽ
വരും. ഓക്കെ. പിന്നീട് മാനുഫാക്ചറിങ് പ്രോസസ്. ഇത് ജസ്റ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് എന്തായാലും തീർച്ചയായിട്ടും ഒരു സംരംഭം, ഇപ്പം ഒരു സർവീസ് സെക്ടർ ആണെങ്കിലും ബിസിനസ് സെക്ടർ ആണെങ്കിലും ഫാം സെക്ടർ ആണെങ്കിലും മാനുഫാക്ചറിങ് സെക്ടർ ആണെങ്കിലും തുടങ്ങാൻ പോകുന്ന വ്യക്തി കൃത്യമായിട്ടും എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാട്ടില് ഒരു പ്രസ്ഥാനം, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രസ്ഥാനം എന്താ പറയുന്നത്, പരാജയപ്പെടാൻ ഉണ്ടാകുന്ന മെയിൻ റീസൺ ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ തുടങ്ങാൻ പോകുന്ന പദ്ധതിയെ സംബന്ധിച്ച് യാതൊരു വിധ പ്രോജക്റ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, നമ്മൾ തുടങ്ങാൻ പോകുന്ന സംരംഭം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതൊക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കും. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോകുന്ന എന്ത് സംരംഭമായാലും ശരി, അതിനെ സംബന്ധിച്ച് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അല്ലെ എന്താണ് സർവീസ് ചെയ്യുന്നത്, ഇതിനെ പറ്റിയൊക്കെയുള്ള ധാരണകൾ നമുക്ക് ഉണ്ടാകും. അപ്പൊ ആ മാനുഫാക്ചറിങ്ങിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച്, മാർക്കറ്റിംഗ് എവിടെയാണ്? ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ, ഡീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ, അതോ ഓൺലൈൻ സെയിൽസ് ആണോ, അതോ നമ്മൾ ഇനി എക്സ്പോർട്ട് ഫുള്ളി ചെയ്യുകയാണോ, നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എങ്ങനെയാണോ ചെയ്യുന്നത്, അതിനെ സംബന്ധിച്ച് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ഉണ്ടാകും. അതാണ് മാർക്കറ്റിംഗിനെ സംബന്ധിച്ച് ജസ്റ്റ് ഒരു പാരഗ്രാഫ് കൊടുക്കുക. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ മോഡ് ഓഫ് ഫിനാൻസിങ്. ഇതിന്റെ ഫണ്ട് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ അവിടെ പറയുന്നത് ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഫിക്സഡ് അസറ്റിനും വർക്കിംഗ് ക്യാപിറ്റൽ രണ്ട് പോർഷൻ ഉണ്ട് ഒരു പ്രൊജക്ട് റിപ്പോർട്ടിനെ സംബന്ധിച്ച്. ഫിക്സഡ് അസറ്റും ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ ആവാം, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. ജസ്റ്റ് ഇത് മനസ്സിലാക്കുക. ഞാൻ ഇതുവരെ ഇതിന്റെ ഡീറ്റെയിൽഡ് വേർഷനിലോട്ട് കടന്നിട്ടില്ല. അപ്പൊ ഫിക്സഡ് അസറ്റ് ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. ഇതെങ്ങനെ നമ്മൾ കണ്ടെത്തും? ഒരു നാഷണലൈസ് ബാങ്കിൽ അല്ലെങ്കിൽ ഇതിനു ശേഷം നമ്മൾ ഈ കണ്ടെത്തുന്ന തുകയ്ക്ക് വല്ല സബ്സിഡി വല്ലതും കിട്ടും, ഗ്രാന്റ് വല്ലതും എവിടുന്നെങ്കിലും ഗ്രാന്റ് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളൊരു ചെറിയൊരു പാരഗ്രാഫ് പറയുന്നത്. ഈ ഗ്രാന്റ് വല്ലതും സബ്സിഡിയോ വല്ലതും കിട്ടുമെങ്കിൽ എത്ര ശതമാനം കിട്ടാൻ സാധ്യതയുണ്ട്? അത് ടേം ലോണിനോ വർക്കിംഗ് ക്യാപിറ്റലിനോ ആണോ, അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിനോ ഫിക്സഡ് അസറ്റിനാണോ കിട്ടുന്നത്? എത്ര പെർസെന്റേജ്, എവിടെ നിന്നാണ് കിട്ടാൻ സാധ്യതയുള്ളത്? അതൊക്കെ ഒന്ന് ഒരു പാരഗ്രാഫായിട്ട് വരുന്നതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കണം. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് CGTMSE എന്ന് പറഞ്ഞൊരു കവറേജ് ഉണ്ട്, ക്രെഡിറ്റ് ഗ്യാരണ്ടി ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു കവറേജ് ഉണ്ട്. 2 കോടി രൂപ വരെ സെൻട്രൽ ഗവൺമെന്റ് MSME സെക്ടറുകൾക്ക് ഈ CGTMSE കവറേജ് ഉണ്ട്. അപ്പൊ അങ്ങനെ കവറേജ് ഉള്ള പദ്ധതിയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ കവറേജ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു എക്സിക്യൂട്ടീവ് സമ്മറിയിൽ വരേണ്ടത്. പിന്നെ നമ്മൾ ഒരു ജസ്റ്റ് ഒരു അസംഷൻ കൊടുക്കുക ഇത് ചെയ്യുന്നതിന്, ഒരു കൺക്ലൂഷൻ. ഇത് ഈ പ്രോജക്ട് റിപ്പോർട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഫിനാൻഷ്യലി ആൻഡ് ടെക്നിക്കലി ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് സക്സസ് ആവും എന്നൊരു കൺക്ലൂഷൻ കൊടുക്കുക. എക്കണോമിക്കലി വയാബിള്, ടെക്നിക്കലി ഫീസിബിള് എന്നൊക്കെ പറഞ്ഞ് ഒരു കൺക്ലൂഷൻ കൊടുക്കുക. അതോടുകൂടി എക്സിക്യൂട്ടീവ് സമ്മറി അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ കേൾക്കുന്ന ആൾക്കാരെല്ലാം കുറച്ചു പേർക്ക് പ്രൊജക്ട് റിപ്പോർട്ട് ചെയ്യാൻ അറിയാവുന്നവരായിരിക്കാം, കുറച്ചു പേർ എക്സ്പേർട്ട് ആൾക്കാരായിരിക്കാം, കുറച്ചു പേർക്ക് പ്രൊജക്ട് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്തവരായിരിക്കാം, കുറച്ച് കേട്ടവരായിരിക്കാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ടൊരു സംഭവം കേൾക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ പ്രൊജക്ട് റിപ്പോർട്ട്, കുറച്ച് ഒരു സംരംഭത്തിനെ സംബന്ധിച്ച്. അപ്പൊ അത് നമ്മൾ മുഴുവൻ പഠിച്ചില്ലെങ്കിൽ പോലും ഇതെന്താണ് പ്രൊജക്റ്റിൽ ഉൾക്കൊള്ളിക്കേണ്ടത്, ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതാണ് എന്താണ് പ്രൊജക്ട് ഉൾക്കൊള്ളിക്കേണ്ടത്, അത് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എക്സിക്യൂട്ടീവ് സമ്മറിയിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ വരണം. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കയറ്റാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, പ്രൊമോട്ടർ, ലാൻഡ്, ബിൽഡിങ്, മെറ്റീരിയൽസ്, മാനുഫാക്ചർ, ഇതൊക്കെ നമുക്ക് ചേർക്കാനുള്ളത് ഒരു ചെറിയൊരു പാരഗ്രാഫ്. എല്ലാത്തിന്റെയും ഒരു അത്യാവശ്യം ഒരു മിനിമം ഒരു 5-8 ലൈൻ വരുന്ന ചെറിയ പാരഗ്രാഫ് നമ്മൾ എക്സിക്യൂട്ടീവ് സമ്മറിയിൽ നമ്മൾ ചേർക്കണം. ഓക്കെ. ഇനിയുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഭാഗം. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കാൽക്കുലേഷൻ ഭാഗത്ത് നമ്മൾ സാധാരണ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഒന്നുകിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺസൾട്ടൻസി, അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥർ, എഞ്ചിനീയേഴ്സ്, വ്യവസായത്തിൽ, ഇവരൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മുടെ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളൂ സ്വന്തം സംരംഭത്തിന്റെ പദ്ധതി ശരിയായി തയ്യാറാക്കുന്നത്. അപ്പോ ഇനി ഇവരൊക്കെ തയ്യാറാക്കിക്കോട്ടെ, CA-ക്കാരോ
HDSO വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആര് വേണം, ഞാനും തയ്യാറാക്കുന്നുണ്ട് പ്രൊജക്ട്. അപ്പൊ ആര് വേണമെങ്കിലും തയ്യാറാക്കിക്കോട്ടെ. പക്ഷെ ആ പദ്ധതി രൂപരേഖയ്ക്കകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഇന്നു മുതൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. സാധാരണഗതിയിൽ ഞാൻ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എന്റെ പ്രോജക്ട് റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി കൊടുത്തവരോട് ചോദിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും ഞാനൊരു ഫോം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ അവരിൽ നിന്ന് കളക്ട് ചെയ്ത് മാത്രമേ ചെയ്യാവൂ. അതായത് അവര് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രമേ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താവൂ. ഈ ഇൻട്രൊഡക്ഷൻ ഒക്കെ ഒഴിച്ച്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ, അങ്ങനെയുള്ള ഡീപ്പായിട്ടുള്ള കാൽക്കുലേഷൻ ഒഴിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്താറ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ പദ്ധതിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു. അങ്ങനെ ഒരു മാറ്റം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാകും. അപ്പൊ എക്കണോമിക്സ് ഓഫ് ദി പ്രോജക്ട് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ലാൻഡ്. ഈ ലാൻഡ് ഓണഡ് ആണോ, അതോ സ്വന്തം സ്ഥലത്താണോ നമ്മൾ പ്രസ്ഥാനം തുടങ്ങാൻ പോകുന്നത്, അതോ ലീസിനെടുത്ത സ്ഥലത്താണോ ഈ പ്രസ്ഥാനം തുടങ്ങാൻ പോകുന്നത് എന്നാണ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു ഇതുകൊണ്ട് നമ്മുടെ വ്യവസായ വകുപ്പിന്റെയോ ഇൻഫ്രയുടെയോ സിപ്കോയുടെ അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ സ്ഥലമുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തും നമുക്ക് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റി ജസ്റ്റ് സൂചിപ്പിക്കും. ഈ എവിടെയാണോ തുടങ്ങുന്നത്, ഓൺ ലാൻഡ് ആണോ, ലീസിംഗ് ലാൻഡ് ആണോ, അതോ ഗവൺമെന്റ് ലാൻഡിലാണോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എത്ര ഏക്കർ അല്ലെങ്കിൽ എത്ര സെന്റ്, അതിന്റെ എമൗണ്ട് കൂടെ നോട്ട് ചെയ്യണം. ഈ ലീസർ ആണെങ്കിലും ഓണ്ടാണെങ്കിലും നമുക്ക് എമൗണ്ട് നോട്ട് ചെയ്തു. ഓണ്ടാണെങ്കിൽ ഓണ്ടെന്ന് എഴുതിയാൽ മതി, എമൗണ്ട് നോട്ട് ചെയ്യണമെന്നില്ല. ഇനി ഗവൺമെന്റ് ലാൻഡ് വല്ല എടുക്കുകയാണെങ്കിലോ ലീസോ വല്ല എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും നമ്മൾ നോട്ട് ചെയ്തു പോകും. എമൗണ്ട് എത്ര തുകയ്ക്കാണ്. ചിലപ്പോൾ ലീസിന് 2 ലക്ഷം രൂപ ലീസിനായിരിക്കും എടുത്തത്. ചിലപ്പോൾ നമ്മൾ ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയിരിക്കാം മേടിച്ചത്, ലീസിന് എടുത്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് എമൗണ്ട് ഒന്ന് നോട്ട് ചെയ്തുക. ആ എമൗണ്ട് എങ്ങനെയാണ് അറിയുന്നത്? നമ്മൾ എവിടുന്നാണോ വാങ്ങിയത് അവരോട് ചോദിച്ച എമൗണ്ട് കിട്ടും. കൃത്യമായിട്ട് എമൗണ്ട് കിട്ടും. ഓൺലൈനാണ്, സ്വന്തം ഭൂമിയാണ്, എമൗണ്ടിന്റെ ആവശ്യമില്ല, ഓണെന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ തയ്യാറാക്കും. അതിനുശേഷം രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആണ് ബിൽഡിംഗ്. ബിൽഡിങ്ങിനെ സംബന്ധിച്ച് വരുമ്പോഴും 3 വേർഷനുകളാണ്. ഒന്ന് ലീസിനെടുക്കാം, ലാൻഡ് ബിൽഡിംഗ് കൂടെ ഒന്നിച്ച് ലീസിനെടുക്കാം. അപ്പൊ നമുക്കറിയാൻ പറ്റും എത്ര രൂപ ബിൽഡിംഗ് നമുക്ക് മുതൽ മുടക്ക് വരും. പിന്നീട് നമുക്ക് റെന്റിനെടുക്കാം, അല്ലെ? 1 വർഷത്തേക്ക്, 2 വർഷത്തേക്ക്, 3 വർഷത്തേക്ക്. സാധാരണഗതിയിൽ ഇപ്പൊ എല്ലാവരും ബിൽഡിംഗ് പഴയ നിയമം അനുസരിച്ച് 11 മാസത്തേക്കൊക്കെയാണ് എല്ലാവരും റെന്റിന് എടുക്കാറുള്ളത്. അപ്പോഴും നമുക്കറിയാം അവിടെ ബിൽഡിങ്ങിന് എത്ര രൂപ വരാൻ സാധ്യതയുണ്ടെന്ന് അറിയാം. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞ ബിൽഡിംഗ് സ്വന്തമായിട്ട് നമ്മൾ പണിയിക്കുമായിരിക്കും, അല്ലെ? അങ്ങനെ വരുമ്പോൾ ബിൽഡിംഗ് കോസ്റ്റ് പലർക്കും തെറ്റ് പറ്റാവുന്നതാണ്. ബിൽഡിംഗ് കോസ്റ്റ് പ്രൊജക്ട് റിപ്പോർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ പലപ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊക്കെ ചെയ്യുന്ന, പ്രൊജക്ട് ചെയ്യുന്ന ആരാണോ അവരാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ബിൽഡിംഗ് കോസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തും. എങ്ങനെയാണ് ബിൽഡിങ്ങിന്റെ കോസ്റ്റ് കണ്ടെത്തുന്നത്? പ്ലാനും എസ്റ്റിമേറ്റ് തയ്യാറാക്കും. നമ്മൾ അറിയാവുന്ന ഒരു വ്യക്തിയെ കൊണ്ട്, എഞ്ചിനീയറെ കൊണ്ടോ, അല്ലെങ്കിൽ പ്ലാനും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ഒരു എഞ്ചിനീയറെ കൊണ്ട്, ഒരു ഷെഡ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾ ക്ലിയർ ആയിട്ടൊരു പ്ലാനും എസ്റ്റിമേറ്റ് തയ്യാറാക്കും. അത് നിങ്ങളുടെ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കൊടുത്ത അപ്രൂവലും വാങ്ങും. ഇനി പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കുമ്പോൾ കൃത്യമായിട്ട് എസ്റ്റിമേറ്റിനകത്ത് ഇത്ര രൂപ ആകും ആ ബിൽഡിങ്ങിന്, ഇത്ര സ്ക്വയർ ഫീറ്റ് എന്ന് ഉണ്ടാവുമല്ലോ. നമ്മളാണ് നമ്മുടെ ബിൽഡിംഗ് എത്ര സ്ക്വയർ ഫീറ്റ് വേണമെന്ന് തീരുമാനിക്കുന്നത്, നമ്മൾ പണിയുമ്പോൾ, അല്ലേ? അപ്പൊ ഇത്ര സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്, ഇത്ര രൂപ കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് പ്രൊജക്റ്റിനകത്ത് നോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ലാൻഡിനെ സംബന്ധിച്ചുള്ള ഒരു ഐഡിയ കിട്ടി, ബിൽഡിങ്ങിനെ സംബന്ധിച്ചുള്ള ഐഡിയ ആയി. എത്ര രൂപ ബിൽഡിങ്ങിനാകും, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇനി ബുദ്ധിമുട്ടില്ലല്ലോ അത് കണ്ടെത്താൻ. അപ്പൊ അത് എവിടുന്നാ കണ്ടെത്തുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറി, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിനെ സംബന്ധിച്ചുള്ള സംഭവങ്ങൾ. പ്ലാന്റ് ആൻഡ് മെഷീനറി, നമ്മളൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി, ഒരു സംരംഭം, ഒരു മാനുഫാക്ചറിംഗ് സെക്ടർ തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി. എവിടുന്ന് സെലക്ട് ചെയ്യണം, ഇതിന് എത്ര രൂപ, ഏതൊക്കെ മെഷീനറിയാണ്. ഇതാണ് പ്രൊജക്ട് റിപ്പോർട്ടിലെ കീ ഭാഗം, ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മൾ പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ എവിടെ കിട്ടും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഇതിന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഒക്കെ എവിടുന്ന് വാങ്ങണം എന്ന് നമ്മൾ അന്വേഷിക്കണം.
ഇനി നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ വ്യവസായ വകുപ്പിലെ എല്ലാ ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയിലും വ്യവസായ ഓഫീസർമാരുണ്ട്, ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുണ്ട്, താലൂക്ക് അടിസ്ഥാനത്തിൽ താലൂക്ക് വ്യവസായ ഓഫീസുണ്ട്. അവിടെ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വ്യവസായ വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരുപാട് യൂണിറ്റുകളുണ്ട്, മെഷീനറി സപ്ലൈസ് യൂണിറ്റുകളുണ്ട്. അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. ആ ഡീറ്റെയിൽസ് വെച്ച് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊട്ടേഷൻ, നമുക്കറിയാം കൊട്ടേഷനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ കൊട്ടേഷൻ അല്ല ഈ കൊട്ടേഷൻ, കൊട്ടേഷൻ മെഷീനറിയുടെ കൊട്ടേഷൻ. ആ മെഷീനറിയുടെ കൊട്ടേഷൻ ഇപ്പോഴത്തെ സമയത്ത് നമുക്കറിയാം കോവിഡ് ആയതുകൊണ്ട്, കൊറോണ ആയതുകൊണ്ട് ഒരു പക്ഷെ നമുക്ക് കോയമ്പത്തൂരോ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കോഴിക്കോടോ മലപ്പുറത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് യാത്ര ചെയ്യാനുള്ള പരിമിതികളുണ്ട് ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യം. നിങ്ങൾ അവരുടെ മെയിൽ ഐ ഡിയോ ഫോൺ നമ്പറോ എടുത്ത് ആ കമ്പനിയെ വിളിച്ചു കഴിഞ്ഞാൽ, ചില കമ്പനിക്കാരൊക്കെ അഡ്വാൻസ് ചോദിക്കുന്നുണ്ട് കൊട്ടേഷൻ, എന്നിരുന്നാൽ പോലും അവരെ വിളിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇന്ന മെഷീനറിയാണ് വേണ്ടത്, നമുക്ക് എന്തൊക്കെ മെഷീനറിയാണ്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് വേണ്ടതെന്ന് നമ്മളാണ് അറിയേണ്ടത്. പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ആളല്ല അറിയേണ്ടത്, നമ്മളാണ് അറിയേണ്ടത്. എന്തൊക്കെ മെഷീനറി വേണം, എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം, അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ പരാജയം തുടങ്ങുന്നത് ഇവിടെ മുതലായി. എന്താണ് തുടങ്ങാൻ പോകുന്നതെന്ന് അറിയാതെ വരും, പരാജയം ഇവിടെ തൊട്ട് തുടങ്ങും. അപ്പൊ ദയവ് ചെയ്ത് നമ്മൾ തുടങ്ങാൻ പോകുന്ന പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് അതിന് എന്തൊക്കെ മെഷീനറി വേണം, എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം, എന്തൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള ടൂൾസ് വേണം, അല്ല എന്താണോ ഫിക്സഡ് ആയിട്ട് വേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന മെഷീനറി വേണം. ഒരു എക്സാമ്പിൾ, ഒരു ഹോളോ ബ്രിക്സ് യൂണിറ്റിനെ സംബന്ധിച്ച്, ഞാൻ ഇത് ഹോളോ ബ്രിക്സിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മിക്സർ മെഷീൻ അല്ലെങ്കിൽ ഹോളോ ബ്ലോക്ക് മേക്കിംഗ് മെഷീൻ വേണം. അപ്പൊ കമ്പനിക്കാരൻ ചോദിക്കുക എത്ര എണ്ണം വേണം, നമ്മൾ പറയാം ഒരെണ്ണം വേണം. അപ്പൊ അദ്ദേഹം വില പറയും, GST ഉൾപ്പെടെയുള്ള GST നമുക്കറിയാം. നോർമലി ഇപ്പൊ വരുന്ന GST എല്ലാത്തിനും ഒരു 18%, 18%, 12% VAT ഒക്കെ ആയിരിക്കും. എന്നാലും നോർമലി 5% ഒക്കെ ആയിരിക്കാം. എന്നാലും ജനറലി ആയി വരുന്നതല്ല 18%. അപ്പൊ അവര് GST ഉൾപ്പെടെയുള്ള ഒരു റേറ്റ് നിങ്ങളോട് പറയും. അപ്പൊ നമ്മൾ പറയണം കൊട്ടേഷൻ വേണം. അപ്പൊ അവർ ആ മെഷീനുകളുടെ പേരും അതിന്റെ എത്ര എണ്ണം എന്നുള്ളത്, 1 ആണോ 2 ആണോ 3, നമ്മളാണ് ആവശ്യപ്പെടുന്നത്. എനിക്ക് 5 എണ്ണം വേണം, 2 എണ്ണം വേണം, 1 എണ്ണം വേണം, നമ്മളാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ അത് 1 എണ്ണമാണെങ്കിൽ 1 എണ്ണം, 2 എണ്ണമാണെങ്കിൽ 2 എണ്ണം, എത്ര എണ്ണം വെച്ച് അതിന്റെ പേര് വെച്ച് അതിന്റെ GST എമൗണ്ട് വെച്ച് ടാക്സിന്റെ എമൗണ്ട് ടോട്ടൽ എമൗണ്ടും ഒക്കെ വെച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് കൊട്ടേഷൻ. ഈ കൊട്ടേഷൻ വെച്ചിട്ട് നമ്മൾ ഈ പ്രൊജക്ട് റിപ്പോർട്ടിൽ അതേപടി നമ്മൾ നോട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആൾക്ക് ഈ പ്രൊജക്ട് റിപ്പോർട്ട് ആരാണോ ചെയ്യുന്നത് അദ്ദേഹത്തിന് ആ കൊട്ടേഷൻ വെച്ച് തന്നെ കൊടുക്കണം. ഇല്ല എങ്കിൽ സംഭവിക്കുന്നത്, നമ്മളൊരു പ്രോജക്ട് റിപ്പോർട്ട് എഴുതി പിന്നീടാണ് കൊട്ടേഷൻ എടുക്കുന്നതിന്റെ റേറ്റ് മാറിപ്പോയാൽ പ്രോജക്ട് റിപ്പോർട്ട് കംപ്ലീറ്റ് മാറും. ഒടുവിൽ നിങ്ങൾ വ്യവസായ ഓഫീസിൽ അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് ഓഫീസുകളിലോ അല്ലെങ്കിൽ ബാങ്കിലോ ഒക്കെ ചെല്ലുമ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. അവര് പറയും കൊട്ടേഷൻ മാറാൻ പറയില്ല, പ്രോജക്റ്റ് മാറാൻ പറയും. പ്രോജക്റ്റ് മാറാൻ പറയാൻ എന്ത് സംഭവിക്കും? ഒരു കാൽക്കുലേഷൻ തെറ്റിയാൽ മുഴുവൻ കാൽക്കുലേഷൻ തെറ്റും, എല്ലാ കാൽക്കുലേഷൻ തെറ്റും. അപ്പൊ ആയം തൊട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. ഇത് നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടതാണ്. ഒരു പക്ഷേ CA കാരനും ഉദ്യോഗസ്ഥർക്കും എഞ്ചിനീയേഴ്സിനും ആർക്കാണോ ഇത് ചെയ്യുന്നത്, കൺസൾട്ടൻസിക്കാരൻ ആർക്കാണെങ്കിലും ഫീസ് കൊടുക്കേണ്ടി വരും. ഇത് ആദ്യം മുതൽ ചെയ്യുമ്പോൾ വീണ്ടും ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. നമ്മളുടെ കയ്യിലെ ഒരു സംരംഭകരെ സംബന്ധിച്ച് സംരംഭം തുടങ്ങാൻ പോകുന്നതിനുള്ള ഓരോ തുകയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മള് കൃത്യമായിട്ട് ഏതൊക്കെ മെഷീനറി ആണെന്ന് മനസ്സിലാക്കി ആ മെഷീനറിയെ സംബന്ധിച്ചുള്ള കൊട്ടേഷൻ എടുത്ത് നമ്മൾ വേണം ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോ പറഞ്ഞു, നെയിം ഓഫ് ദ മെഷീനറി, ക്വാണ്ടിറ്റി ഓഫ് ദ മെഷീനറി, വാല്യൂ ഓഫ് ദ മെഷീനറി. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം, വാല്യൂ ഓഫ് ദ മെഷീനറി വിത്ത് ടാക്സ്. അപ്പൊ അങ്ങനെ ഒരു കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പ്രോജക്റ്റില് അത് എൻട്രി ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ആ കൊട്ടേഷൻ നോക്കി കൃത്യമായിട്ട് ആ പേരും എമൗണ്ടും നമ്പേഴ്സും ഒക്കെ ഇട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. കാൽക്കുലേഷന്റെ ഡീപ്പായിട്ട് വരുമ്പോഴേ ഉള്ളൂ പ്രയാസം വരുന്നത്, മനസ്സിലാക്കി. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതേപടി കോപ്പി അടിക്കാന്ന് പറയും. ആ കൊട്ടേഷൻ നോക്കി അതേപടി എഴുതി, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് അടുത്തത് വരുന്ന ചിലപ്പോൾ എക്യുപ്മെന്റ്സ് വരാം, അതും ഈ കൊട്ടേഷനോട് എടുക്കാം. ടൂൾസ് വരാം, എക്യുപ്മെന്റ്സ് വരാം. ചിലപ്പോൾ ഇപ്പൊ ഫുഡിനെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ഗ്യാസ് സിലിണ്ടർ വരാം, പാത്രങ്ങൾ വരാം, ക്രോക്കറി, കട്ട്ലറി, യൂട്ടൻസിൽസ്, ഇതൊക്കെ വരാൻ പറ്റും. അപ്പൊ അതൊക്കെ എവിടുന്നാണോ വാങ്ങുന്നത് ആ കടയിൽ നിങ്ങൾ കൊട്ടേഷൻ എടുത്തിട്ട് ചെയ്യാവൂ. ഒരു കാരണവശാലും പ്രൊജക്ട് ഉണ്ടാക്കുന്ന സമയത്തോ ഉണ്ടാക്കുന്നവരോടോ എനിക്കൊരു 10,000 രൂപയുടെ പാത്രം വേണം, എനിക്കൊരു 2,000 രൂപയുടെ ഗ്യാസ് സിലിണ്ടർ വേണം എന്നൊന്നും
നമ്മൾ എവിടുന്നാണോ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് പോയി പറഞ്ഞാൽ വിളിച്ച് ചോദിച്ചാൽ അവര് കൊട്ടേഷൻ നിങ്ങൾക്ക് അയച്ചു തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി കൊട്ടേഷൻ. ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഞങ്ങള് മെഷീനറി സപ്ലയേഴ്സിന് അടുത്ത് ചെന്നപ്പോ അവര് കൊട്ടേഷൻ തരുന്നില്ല സാറേ. അതിൽ സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചാൽ മിക്കവരും ഈ കൊട്ടേഷൻ അല്ല അവിടെ പോയി പറയുന്നത്, റെസിപ്റ്റ് വേണം അല്ലെങ്കിൽ ബില്ല് വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് അവരില്ല എന്ന് പറയുന്നത്. ബില്ലും കൊട്ടേഷൻ രണ്ടും. കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ വിലവിവര പട്ടികയാണ്. നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനം സംബന്ധിച്ചുള്ള വിലവിവര പട്ടികയാണ്. അപ്പൊ അങ്ങനെ തന്നെ പറയണം കൊട്ടേഷൻ. അല്ലെങ്കിൽ എനിക്ക് ഇന്ന സാധനം വേണം, അതിന്റെ ടാക്സ് ഉൾപ്പെടെ എത്ര രൂപ വരുമെന്ന് കൊട്ടേഷൻ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കടക്കാരും തരും. കാരണം അവരുടെ കടയിൽ നിന്ന് വിൽപ്പന നടക്കുന്നതല്ലേ, ബിസിനസ് നടക്കുന്നതല്ലേ. അവർക്കപ്പോ നേരിട്ട് ഈ ഫിനാൻസിങ് ഏജൻസി ബാങ്ക് ആണോ അല്ലെങ്കിൽ മറ്റു ഫിനാൻസിങ് ഏജൻസി അവർക്ക് നേരിട്ട് അവരുടെ കടയിലേക്കായിരിക്കും പൈസ കൊടുക്കുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള ഫിക്സഡ് അസറ്റ് ഒന്നും പൈസ നേരിട്ട് കൈ കിട്ടില്ല, എല്ലാം സ്ഥാപനങ്ങൾക്കായിരിക്കും. ഇനി അടുത്ത വരുന്ന പോർഷൻ ഫർണിച്ചറിന്റെ ഡീറ്റെയിൽസ്. ഈ ഫർണിച്ചറിനകത്ത് നമുക്കറിയാം ഒരു പ്രസ്ഥാനം തുറക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ടേബിൾ വേണ്ടി വരും, കസേര വേണ്ടി വരും, അല്ലെങ്കിൽ മറ്റു ഫർണിച്ചർ ഐറ്റംസ് വേണ്ടി വരും. ചില കാര്യങ്ങളൊക്കെ നമുക്ക് റാക്കൊക്കെ അടിക്കേണ്ടി വരും അല്ലേ? ഈ ചുറ്റും സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി, പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി റാക്കൊക്കെ അടിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഫർണിച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചെലവുകൾ വരും. അതൊക്കെ മാക്സിമം ചുരുക്കുക. അപ്പൊ ഈ ഫർണിച്ചറിന്റെ ചെലവൊക്കെ കണ്ടെത്തും. നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് ആ വേണ്ടതൊക്കെ ഒന്നുകിൽ നമ്മൾ ആരെങ്കിലും കൊണ്ട് വർക്ക് ചെയ്യുക, പണിയിക്കുകയായിരിക്കും അല്ലെ. വാങ്ങുന്നത് കുറവായിരിക്കും, ചിലപ്പോൾ ടേബിളോ അല്ലെങ്കിൽ ചെയറോ ഒക്കെ വാങ്ങുമായിരിക്കും. മറ്റു ഫർണിച്ചറുകളൊക്കെ നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കി വരും. ഇനി വാങ്ങുന്നതാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇനി അതല്ല നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എസ്റ്റിമേറ്റ് ഡിഫറെന്റ് ശ്രദ്ധിക്കുക. എസ്റ്റിമേറ്റും കൊട്ടേഷൻ. കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കടയിൽ നിന്നോ കമ്പനിയിൽ നിന്നോ വാങ്ങുമ്പോൾ അവര് തരുന്നതാണ് കൊട്ടേഷൻ. ഇന്ന വേണം. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കൊണ്ട് പണിയിക്കും. ഇപ്പോ ഒരു ഉദാഹരണം പറയണം, നമ്മുടെ അവിടെ ഒരുപാട് ആൾക്കാര് ഓരോ ഇന്റീരിയർ വർക്കും റാക്കും ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ. അവരോട് പറയുക എനിക്ക് ഇന്ന രീതിയിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് റാക്ക് അടിച്ചാൽ അതിന് എത്ര രൂപയാവും. അപ്പൊ അദ്ദേഹം പറയും 15,000 രൂപ 20,000 രൂപ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അത് വെച്ചിട്ടൊരു എസ്റ്റിമേറ്റ് ചെയ്യാനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡ് എസ്റ്റിമേറ്റ് മേടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എത്ര രൂപ വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇലക്ട്രിഫിക്കേഷൻ ഒരു സംരംഭത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. കറണ്ട് ഇല്ലാതെ ഒന്നും നടക്കില്ല അല്ലെ. പവർ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന സംരംഭങ്ങൾ വളരെ കുറവാണ്, വളരെ കുറവ്. എല്ലാത്തിനും പവർ. അപ്പൊ ഇലക്ട്രിഫിക്കേഷനെ സംബന്ധിച്ച് പറയാണ് സിംഗിൾ ഫേസ് വേണ്ടി വരും, 3 ഫേസ് വേണ്ടി. ഇതൊക്കെ എങ്ങനെ കണ്ടെത്തുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനറിക്ക് ഏത് മോട്ടറാണോ ഉപയോഗിക്കുന്നത് ആ മോട്ടർ ചിലപ്പോൾ സിംഗിൾ ഫേസ് മോട്ടർ ആയിരിക്കാം, ചിലപ്പോൾ 3 ഫേസ് മോട്ടർ ആയിരിക്കാം. അപ്പൊ അത് കമ്പനിക്കാരോട് ചോദിച്ചത് നമ്മൾ ടെൻഷൻ അടിക്കണ്ട. കമ്പനിക്കാരോട് ചോദിച്ചാൽ അത് ഈ മെഷീൻ എത്ര പവർ ഉണ്ട്, അല്ലെങ്കിൽ എത്ര 3 HP ആണോ, സിംഗിൾ ഫേസ് ആണോ, 1 HP ആണോ, 3 ഫേസ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും ഇതിന് എത്ര പവർ വേണ്ടി വരും. നമുക്കറിയാൻ കഴിയും മെഷീനറിയുടെ എല്ലാം കൂടെ കപ്പാസിറ്റി. പിന്നെ നമ്മുടെ ഓഫീസ് ഉപയോഗത്തിലുള്ള ഫാന്, AC, അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി മെഷീനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലൈറ്റ്, അങ്ങനെയുള്ള ചെറിയൊരു പവർ വേണ്ടി വരും. അത് കൂടാതെ അതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് വരും. ഡയറക്റ്റ് ആയിട്ട് വരുന്ന മെഷീനറിയുടെ മോട്ടറിന്റെ എല്ലാം കൂടെ പവർ കൂട്ടി നോക്കിയാൽ ടോട്ടൽ എത്ര HP ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. അത് വെച്ചിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു വയർമാനും ചോദിച്ചാൽ ചേട്ടാ ഇത് വയർ ചെയ്യുന്നതിന് എത്ര രൂപയാവും, ലേബർ കോസ്റ്റ് ഉൾപ്പെടെ. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന എത്ര പവറിന്റെ മോട്ടർ ആയിരിക്കും വരുന്നത് ചോദിക്കുന്ന. അപ്പൊ അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതറിയാൻ വേണ്ടിയിട്ട് കമ്പനി ചോദിക്കും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കൃത്യമായിട്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ എത്ര പവറിനുള്ള അത് വയർ ചെയ്യണം, വയറിംഗ് മെറ്റീരിയൽ ഉൾപ്പെടെ ലേബർ കോസ്റ്റ് ഉൾപ്പെടെ എത്ര രൂപ വരുമെന്ന് ആര് പറഞ്ഞു തരും? വയർമാൻ പറഞ്ഞു. ഇല്ലേ? ഇത് നമുക്കറിയാവുന്നതാണെങ്കിൽ അത് വിഷയമാണ്. ഇനി വയർമാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവിടെ തീർന്നു ഇല്ല. ഒരു പാർട്ടി KCB എന്ന് പറയുന്നൊരു പാർട്ടി ഒരു പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് നമുക്ക് പോസ്റ്റ് കാണാം അല്ലെ. നമ്മുടെ അതിലൂടെ സപ്ലൈ ഉണ്ടാവാം, ചിലപ്പം സപ്ലൈ ഇല്ലായിരിക്കും. അപ്പൊ അത് ദൂരേന്ന് സപ്ലൈ വലിക്കേണ്ടി വരും. ഒരു പക്ഷെ 3 ഫേസ് ലൈൻ കാണില്ല, 3 ഫേസ് ലൈൻ കാണില്ല, സിംഗിൾ ഫേസ് ലൈനേ കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപേക്ഷ കൊടുക്കുന്ന സമയത്ത് 3 ഫേസ് ലൈൻ ഉള്ളിടത്തുനിന്ന് വേണം വലിക്കാൻ. ഒരു പക്ഷെ പവർ ഒരുപാട് 100 HP 120 HP കണ്ട വലിയ സംരംഭങ്ങളാണെങ്കിൽ ചിലപ്പോൾ ട്രാൻസ്ഫോമർ തന്നെ വെക്കേണ്ടി, ചിലപ്പോൾ ABS കൺട്രോൾ കേബിൾ വെക്കേണ്ടി. അപ്പൊ പോസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ട് അപ്പൊ അത് KCB ചോദിച്ചു കഴിയുമ്പോൾ
കൃത്യമായിട്ടും അതറിയാൻ പറ്റും എത്ര രൂപ. അവരോട് ചെന്ന് KSEBിയിലെ AEയോടോ അല്ലെങ്കിൽ അവിടുത്തെ ആരാണോ മെയിനായിട്ടുള്ള ലൈൻമാനോടോ ആരാണോ ചോദിച്ചാൽ അവിടുത്തെ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇത്ര നിങ്ങളുടെ യൂണിറ്റിലേക്ക് ഇത്ര പവർ, അപ്പൊ പവർ നമ്മൾ എത്ര വേണമെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവർ പറയും ഇവിടെ സിംഗിൾ ഫേസ് ഇല്ല, അല്ലെങ്കിൽ 3 ഫേസ് ഇല്ല, ഇത്ര വലിക്കേണ്ടി വരും, ഇത്ര വയർ വേണ്ടി വരും, ട്രാൻസ്ഫോമർ വെക്കേണ്ടി വരും, ഇത്ര രൂപയാകുമെന്ന് അവർ എസ്റ്റിമേറ്റ്. അപ്പൊ ആ എസ്റ്റിമേറ്റും നമ്മുടെ വയർമാൻ തരുന്ന എസ്റ്റിമേറ്റും കൂടെ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ യൂണിറ്റ് ഇലക്ട്രിഫിക്കേഷൻ 2000 മതിയോ, 10,000 വേണോ, 20,000 വേണോ, 1 ലക്ഷം വേണോ, 2 ലക്ഷം വേണോ, 10 ലക്ഷം വേണോ, ഓരോ ഡിപ്പെൻഡ് ആണ്. അപ്പൊ എങ്ങനെ അത് കണ്ടെത്തും എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നു. എന്നാണ് എന്റെ വിശ്വാസം. ഇലക്ട്രിഫിക്കേഷന് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം. ഈ ഇലക്ട്രിഫിക്കേഷൻ ടോട്ടൽ എമൗണ്ട് കിട്ടിക്കഴിയുമ്പോൾ ആ എമൗണ്ട് ടോട്ടൽ ആയിരിക്കണം നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ കോസ്റ്റില് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇലക്ട്രിഫിക്കേഷൻ കോസ്റ്റ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫിക്സഡ് ഇനി അടുത്ത ഭാഗം ഇന്റീരിയർ. മുമ്പ് ഞാൻ പറഞ്ഞ ചില സ്ഥാപനങ്ങൾക്ക് ഇന്റീരിയർ വർക്ക് വരാം. ചിലപ്പോ റൂഫൊക്കെ നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ജിപ്സം ബോർഡ് അടിക്കേണ്ടി വരും, അല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ചിലപ്പോൾ ഗ്ലാസ് ഡോർ അടിക്കേണ്ടി വരും. ഇല്ല, നമ്മൾ ചിലപ്പോൾ ബ്യൂട്ടി പാർലറൊക്കെ ആണെന്നുള്ളത് നമ്മൾ ഇന്റീരിയർ ആണ് അതിന്റെ ഏറ്റവും സെറ്റ് അട്രാക്റ്റീവ് ആയിട്ട് അവര് ആ ഫ്രണ്ട് സൈഡൊക്കെ ഗ്ലാസ് ഒക്കെ ഇട്ട് കബോർഡൊക്കെ പിടിപ്പിച്ച് ജിപ്സം ഒക്കെ അടിച്ച് ഇന്റീരിയർ ആയിരിക്കും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ചെയ്യും. അപ്പൊ അവിടെ ഇന്റീരിയറിനായിരിക്കും കോസ്റ്റ് വരുന്നത്. എന്നാൽ ഒരു ബോളോ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇന്റീരിയറിനൊന്നും വലിയ പ്രാധാന്യം. അപ്പൊ നമ്മൾ എന്താണോ തുടങ്ങാൻ പോകുന്ന സംരംഭം, ആ സംരംഭത്തിനനുസരിച്ച് നമ്മുടെ കോസ്റ്റ് തയ്യാറാക്കും. അപ്പൊ ഇതൊരു പ്രൊജക്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു CA കാരനോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസിക്കാരനോ അല്ല ഇത് തീരുമാനിക്കുന്നത്. അതെ, അവര് ചെയ്തോട്ടെ, അവര് തന്നെ ചെയ്തോട്ടെ. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ ആവശ്യകത അനുസരിച്ചായിരിക്കണം പദ്ധതിയില് വരേണ്ടത്. അല്ലെങ്കിൽ സംഭവിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാനത് ലാസ്റ്റ് പറയാം. ഓക്കെ, ഇന്റീരിയറിനെ സംബന്ധിച്ച് നമുക്ക് ആവശ്യകതയാണെങ്കിൽ മാത്രം ആ ഇന്റീരിയർ എന്തൊക്കെ വേണം, അത്യന്താപേക്ഷിതമായ ഇന്റീരിയേഴ്സ് എന്തൊക്കെ വേണം, അതിന് എത്ര രൂപയാകും എന്നറിയാൻ ഇതുപോലെ തന്നെയുള്ളൂ. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊക്കെ ചെയ്യുന്ന നിരവധി ആൾക്കാർ, ചെറുപ്പക്കാര് നമ്മുടെ നാട്ടിലുണ്ട്, ഇന്റീരിയർ വർക്ക് ഒക്കെ ചെയ്യുന്നവർ. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എസ്റ്റിമേറ്റ് എടുത്ത് തരും. ഇന്ന ഭാഗങ്ങൾ ചെയ്യാൻ എത്ര ഇന്റീരിയർ ആവും. ആ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഇന്റീരിയർ വർക്ക് ചെയ്യുന്നതിന് എത്ര രൂപയാകുമെന്ന് ഇനി അതർ എക്യുപ്മെന്റ്സ് ചിലപ്പോൾ ടൂൾസ് ആയിരിക്കാം, അങ്ങനെയുള്ള ചെറിയ അതും കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. പിന്നെ ലാസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ ചാർജസ്. അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ മെഷീനറി എല്ലാം കൂടെ കോയമ്പത്തൂരിൽ നിന്നാണ് ചിലപ്പോ ഈ കൊട്ടേഷൻ അവർ തരും, മെഷീനറി സപ്ലൈസ് കൊട്ടേഷൻ തരും. അത് ചിലപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ എന്ന് പറഞ്ഞായിരിക്കും, അല്ല ഇൻസ്റ്റലേഷൻ ചാർജ് എക്സ്ട്രാ എന്ന്. വലിയ മെഷീനൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഇൻസ്റ്റലേഷൻ ചാർജ്, നല്ല ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. ഇപ്പൊ കോഴിക്കോട് ഒരു ഫ്ലവർ മെഷീൻ അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ടിന്റെ എന്തെങ്കിലും മാനുഫാക്ചറിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു പൾവറൈസർ കോഴിക്കോട് നമ്മുടെ വരെ കൊണ്ടുവരും. നമുക്കറിയാം എത്ര രൂപ വണ്ടിക്കൂലിയാകും. 10,000-15,000 രൂപ പേര് വണ്ടിക്കൂലിയാകും, അല്ലേ? അപ്പൊ ആ ട്രാൻസ്പോർട്ട് അവിടുത്തെ ഒരാൾ വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്ന എക്സ്ട്രാ ചാർജ്. അപ്പൊ ആ ചാർജ് കൂടെ കമ്പനി ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ എത്ര ആണെന്ന് അവർ പറഞ്ഞു തരും. അപ്പൊ അതുകൂടെ നമ്മുടെ കയ്യിൽ നിന്നുള്ള എല്ലാ കാശും നമ്മുടെ പ്രൊജക്ട് റിപ്പോർട്ടിൽ വരും. ആ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ ചാർജ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം കൂടെ ഉൾപ്പെടുത്തി വരുന്ന പോർഷനാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി പോർഷൻ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് പോർഷൻ. മൂന്നാമത്തെ കാൽക്കുലേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോർഷൻ. ആദ്യത്തെ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു, ലാൻഡ്, ബിൽഡിങ്, മൂന്നാമത്തെ മെഷീനറി ആൻഡ് ഫിക്സഡ് അസറ്റ് പോർഷൻ. ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പോർഷൻ, നമ്മളൊരു പ്രോജക്ട് റിപ്പോർട്ട് എടുത്ത് രണ്ട് ഭാഗം. ഒരു പ്രോജക്ട് റിപ്പോർട്ടിന്റെ കാൽക്കുലേഷൻ ഭാഗം എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഭാഗം. ഒന്ന് ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് FCI അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്, അതാണ് ഒരു പോർഷൻ. ആ FCIയിൽ വരുന്നതാണ് ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ടൂൾസ്, ഫർണിച്ചർ, ഇലക്ട്രിഫിക്കേഷൻ. എന്താണോ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാം ഫിക്സഡ് അസറ്റ്. ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ടൂൾസ്, ഇന്റീരിയർ എക്യുപ്മെന്റ്സ്, ഫർണിച്ചർ, ഇലക്ട്രിഫിക്കേഷൻ, ഇതെല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു. ഈ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ എന്ത് പറയാം? FCI അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമുക്ക് പറയാം, അല്ലേ? ഈ രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുമ്പോൾ കാൽക്കുലേഷൻ ഭാഗത്ത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷനാണ് വർക്കിംഗ് ക്യാപിറ്റൽ.
അല്ലെങ്കിൽ പ്രവർത്തന മൂലധനം എന്ന് പറയും വർക്കിംഗ് ക്യാപിറ്റൽ. ഈ പ്രവർത്തന മൂലധനത്തിന് തന്നെ 3 പാർട്ടായിട്ട് വെച്ചു. പ്രവർത്തന മൂലധനം അല്ലെ, ഒന്നാമത്തെ പാർട്ടാണ് റോ മെറ്റീരിയൽ അല്ലെങ്കിൽ അസംസ്കൃത വസ്തു. റോ മെറ്റീരിയൽ പാർട്ട് ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങി. നമുക്കറിയാം പ്രൊഡക്ഷനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഭവം റോ മെറ്റീരിയൽ. നല്ല ഒരു ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ, ക്വാളിറ്റി ഉള്ള ഒരു ചപ്പാത്തി പാക്കറ്റിൽ വരണമെങ്കിൽ അതില് എത്ര നല്ല മെഷീനറി ആണെങ്കിലും, എത്ര നല്ല ഷെഫ് ആണെങ്കിലും, നല്ല പാചകക്കാരനാണെങ്കിലും, എന്തൊക്കെയാണെങ്കിലും ഒരു ഊപ്പര് പിടിച്ച ഗോതമ്പ് പൊടി ഇട്ട് പോയി കഴിഞ്ഞില്ല, പോയി. അല്ലെങ്കിൽ ഒരു കനച്ച വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കുന്നതെങ്കിൽ കഴിഞ്ഞു. അപ്പൊ ഏറ്റവും പ്രൊഡക്റ്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗമാണ് അതിന്റെ ക്വാളിറ്റി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽ എവിടുന്ന് കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽ എവിടുന്ന് കിട്ടുമെന്ന് മനസ്സിലാക്കി ഒരു കടയല്ല, 1, 2, 3 കടകളൊക്കെ നിങ്ങൾ കണ്ടുവെക്കണം. പല കടകളിൽ നിന്ന് നമ്മൾ കണ്ടുവെക്കാം. ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽ എവിടുന്ന് കിട്ടുമെന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോ റോ മെറ്റീരിയൽസ് നമുക്കറിയാം. റോ മെറ്റീരിയൽ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമ്പോൾ ഇന്ന റോ മെറ്റീരിയൽ പേര് കൃത്യമായിട്ട് പേരുണ്ടാകും. ഇപ്പൊ ഞാനൊരു ഫ്ലവർ മില്ലിന്റെ എക്സാമ്പിൾ തന്നെ പറയാം. ഒരു പ്രോജക്ട് റിപ്പോർട്ട്, പ്രാക്ടിക്കലി ഉള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഇതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പൊ അത് വെച്ചിട്ട് ഫ്ലവർ മില്ല് തന്നെ പറയാം. ഒരു ഫ്ലവർ മില്ല് സ്പൈസസോ ഓയിലിന്റെയോ അല്ലെ റൈസ് ഒക്കെ പൊടിക്കുന്നതാണെന്ന് വിചാരിച്ചു. അരിപ്പൊടി നിർമ്മാണം, മുളക്, മല്ലി, മഞ്ഞള് അങ്ങനെയുള്ളതിന്റെ നിർമ്മാണം, ഉത്പാദനം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന ഉത്പാദനം, ഇതൊക്കെയാണെന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ എന്താണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്? മുളക് പൊടിക്കുന്നത് നമുക്കറിയാം. റോ മെറ്റീരിയൽ എന്താണ്? മുളക്, ചില്ലി. മല്ലിപ്പൊടി വേണമെങ്കിൽ എന്താണ് റോ മെറ്റീരിയൽ? മല്ലി. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മഞ്ഞൾ തന്നെ വേണം. അരി പൊടിപ്പിക്കണ അരി തന്നെ വേണം. വെളിച്ചെണ്ണയാണെങ്കിൽ കൊപ്രാവും. അപ്പൊ തേങ്ങ വേണം. അപ്പൊ ഇതൊക്കെയാണ് റോ മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളതായിരിക്കും. അപ്പൊ നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ടിൽ എഴുതുമ്പോൾ കൃത്യമായിട്ട് പേര്, ഏത് നെയിം ഓഫ് ദ റോ മെറ്റീരിയൽ, കൊപ്രയാണോ, ചില്ലിയാണോ, കൊറിയാണ്ടർ ആണോ, അല്ലെങ്കിൽ ഇനി ഹോളോബ്രിക്സിനാണെങ്കിൽ സിമെന്റ് ആണോ, പാറപ്പൊടിയാണോ, മെറ്റൽ ചിപ്സ് ആണോ, എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യും. നെയിം ഓഫ് ദ റോ മെറ്റീരിയൽ, എന്താണ് ആ റോ മെറ്റീരിയൽ പേര്. ഈ ചില സാഹചര്യത്തിൽ 10, 15, 20 ഒക്കെ റോ മെറ്റീരിയൽ ആണ്. അതെല്ലാം നമുക്ക് എഴുതേണ്ട. ഒരു പ്രധാനപ്പെട്ട ഒരു 5, 6 ഐറ്റംസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 6, 7 ഐറ്റംസ് എഴുതണം. ഒരുപാടുണ്ട്, കുറച്ചുള്ള മുഴുവൻ. ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ദ റോ മെറ്റീരിയൽ. അത് ഒന്നുകിൽ പെർ ഡേ, ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മെഷീനറിയുടെ കപ്പാസിറ്റി, നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അനുസരിച്ച് ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ഫ്ലവർ മില്ലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ദിവസം ചിലപ്പോൾ ഒരു 10 കിലോ 20 കിലോ പൊടിപ്പിക്കാൻ കഴിയും. ചില ദിവസം 50 കിലോ പൊടിപ്പിക്കാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കപ്പാസിറ്റി വെച്ചിട്ട് പെർ ഡേ 50 kg. ഇനി മൂന്നാമത്തെ പറഞ്ഞ റേറ്റ് ഓഫ് ദി റോ മെറ്റീരിയൽ. റേറ്റ്, 1 കിലോ മുളകിന് നമ്മൾ പറയാം 1 കിലോ മുളകിന് 200 രൂപ. ഫോർ എക്സാമ്പിൾ 1 കിലോ മുളകിന് 200 രൂപ. അറ്റ് ദ റേറ്റ് ₹200 എന്ന് പറഞ്ഞിട്ട് 50 കിലോ മുളക്, അല്ലെ, 50 കിലോ മുളക് നമ്മൾ ഡെയിലി പൊടിപ്പിക്കുന്നത്. അപ്പൊ ₹50 kg അറ്റ് ദ റേറ്റ് ₹200 എന്ന് പറയുമ്പോൾ നമ്മൾ ആ ടോട്ടൽ എമൗണ്ട് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പേരായി, അതിന്റെ ക്വാണ്ടിറ്റി ആയി, അതിന്റെ റേറ്റ് ആയി. അങ്ങനെ കൃത്യമായിട്ട് റോ മെറ്റീരിയൽസിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. ഞാൻ പ്രാക്ടിക്കലായിട്ട് കാണിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി റോ മെറ്റീരിയൽസ് കഴിഞ്ഞ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ രണ്ടാമത്തെ പോർഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാഫ് ആൻഡ് ലേബർ. ഈ സ്റ്റാഫ് ആൻഡ് ലേബർ ആരൊക്കെ? നമ്മുടെ സംരംഭത്തെ സംബന്ധിച്ച് എല്ലാവരും ചിന്തിക്കും നമ്മൾ മുതലാളിയാണ്. നമ്മുടെ സംരംഭത്തെ സംബന്ധിച്ച് ആദ്യത്തെ മുതലാളി അല്ലെങ്കിൽ തൊഴിലാളി എന്ന് പറയുന്ന ആരായിരിക്കും? മുതലാളി നമ്മൾ തന്നെ, തൊഴിലാളി. അപ്പൊ ഡെസിഗ്നേഷൻ ഓരോന്നുകൂടി, മെഷീനറി ഓപ്പറേറ്റർ, അല്ലെങ്കിൽ സ്കിൽഡ് വർക്കർ, അല്ലെങ്കിൽ ഹെൽപ്പർ, അല്ലെങ്കിൽ പാക്കിംഗ് സെക്ഷൻ, അല്ലെങ്കിൽ ഡ്രൈവർ, സെയിൽസ്മാൻ, മാർക്കറ്റിംഗ് സ്റ്റാഫ്, അങ്ങനെ പല മേഖലയിൽപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ നമ്മുടെ സംരംഭത്തിൽ ഉണ്ടാവും. അത് ഓരോ സംരംഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ പ്രോജക്റ്റില് കൃത്യമായിട്ടും ഡെസിഗ്നേഷൻ സൂചിപ്പിച്ചിരിക്കും. ആരാണ് സൂപ്പർവൈസർ, കാഷ്യർ, മാനേജർ, ആരാണോ നിങ്ങൾ നിയമിക്കുന്നത്, മെക്കാനിക്കിന് പകരമാകും പെയിന്റർ.
അപ്പൊ ആരാണോ നമ്മൾ സൂചിപ്പിക്കുന്നത് അത് കൃത്യമായിട്ട് ആ ഡെസിഗ്നേഷൻ സൂചിപ്പിക്കണം. ഈ എത്ര സ്റ്റാഫ് ഉണ്ടായിരിക്കും മെക്കാനിക്കൽ ചിലടത്ത് ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഞാൻ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് അവിടെ ചിലപ്പോൾ ഒരു മെക്കാനിക്കിനെ ഞാൻ എടുത്താൽ മതി. ഞാൻ ഉൾപ്പെടെ രണ്ടുപേരുമാണെങ്കിൽ ഡെസിഗ്നേഷൻ മെക്കാനിക് 2 numbers നമ്മൾ എഴുതണം. സാലറി എഴുതും. ഒരു മാസം എത്ര രൂപ കൊടുക്കാൻ കഴിയുമെന്ന് ആരാണ് തീരുമാനിക്കേണ്ടത്? നമ്മളെ പദ്ധതിയെ സംബന്ധിച്ച് ഇല്ലേ? അപ്പൊ ഒരു മാസം കൊടുക്കുന്ന സാലറി നമ്മൾ അവിടെ സൂചിപ്പിക്കണം. ഡെസിഗ്നേഷൻ സൂചിപ്പിക്കണം. നമ്പർ ഉദ്ദേശിക്കുന്നത് എത്ര എണ്ണം, എത്ര പേര് വർക്ക് ചെയ്യും. ഓരോന്നിനും ഹെൽപ്പർ 3 പേരെ 15,000 രൂപ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രാക്ടിക്കലി വരും. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് സ്റ്റാഫ് ആൻഡ് ലേബറില് ഡെസിഗ്നേഷനും എണ്ണവും സാലറിയും കൃത്യമായിട്ട് സൂചിപ്പിക്കണം. ഓക്കെ, അതൊരു 3 കോളമായിട്ടൊക്കെ തിരിച്ച് ഭംഗിയായിട്ടുണ്ട്. ഇനി വർക്കിംഗ് ക്യാപിറ്റലിലെ മൂന്നാമത്തെ പോർഷൻ റോ മെറ്റീരിയൽ പറഞ്ഞു, സ്റ്റാഫ് ആൻഡ് ലേബർ പറഞ്ഞു. മൂന്നാമത്തെ പോർഷൻ ആണ് അതർ എക്സ്പെൻസസ്. അതർ എക്സ്പെൻസസ് വരുന്ന മുമ്പ് ഞങ്ങൾ മറ്റ് ചെലവുകൾ ഈ പറഞ്ഞതൊന്നുമല്ല. വർക്കിംഗ് ക്യാപിറ്റൽ എല്ലാ മാസവും പ്രവർത്തന മൂലധനം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തന മൂലധനം. നമ്മൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ചെലവുകൾ. റോ മെറ്റീരിയൽസ് എപ്പോഴും ആവശ്യമാണ്. റൺ ചെയ്യുന്നതനുസരിച്ച് റോ മെറ്റീരിയൽ വേണം. റൺ ചെയ്യുന്ന സ്റ്റാഫ് ആൻഡ് ലേബർ സ്ഥിരമായിട്ട് വേണം. വർക്കിംഗ് ക്യാപിറ്റലിലെ മൂന്നാമത്തെ അതർ എക്സ്പെൻസ് കറണ്ട് ചാർജ് എപ്പോഴും ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇലക്ട്രിസിറ്റി ചാർജ്, ഒരു മാസത്തെ ഒരു ആവറേജ് വരുന്ന ഇലക്ട്രിസിറ്റി ചാർജ്, അതും ഇപ്പൊ നമ്മൾ ചോദിക്കും പ്രൊജക്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എങ്ങനെ ഇലക്ട്രിസിറ്റി ചാർജ് വെക്കാൻ പറ്റും എന്ന് ചോദിക്കുക ഒരു മാസത്തെ, ഇല്ലേ? സംശയം വരും. നമുക്കിപ്പോ മുമ്പ് നമ്മൾ ഒരു എക്സാമ്പിൾ, ഒരു 5 HP മോട്ടോർ ഉപയോഗിച്ച ഒരു മെഷീനാണ്. നമ്മൾ വയറിംഗ് ഒക്കെ ചെയ്തു. നമ്മൾ ആ വയർമാനോട് ചോദിച്ചു, KCB ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത്രയും പവറുള്ള മെഷീൻ വെക്കുമ്പോൾ ഒരു 5 HP ഉപയോഗിക്കുമ്പോൾ എത്ര മാസം കറണ്ട് വരാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വയർമാനല്ല KCB ഉദ്യോഗസ്ഥന് പറയാൻ കഴിയും. 5 HP ഒക്കെ ആണെങ്കിൽ റെഗുലറായിട്ട് റൺ ചെയ്യുവാണെങ്കിൽ 2,500-3,000 രൂപയൊക്കെ വരാൻ സാധ്യത. അപ്പൊ അത് വെച്ചിട്ട് ഊഹം ഏകദേശം 100% പെർഫെക്റ്റ് ആണോ ഒന്നുമില്ല. ഇത് പ്രൊജക്ടറാണ്, പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞത്, ഇല്ലേ? ഞാൻ മുമ്പ് ആദ്യമേ തുടക്കത്തിലെ ഞാൻ പറഞ്ഞു 70% എന്ന് തുടക്കത്തില്. അപ്പൊ ഇലക്ട്രിസിറ്റി ചാർജ് ഏകദേശം വരാൻ സാധ്യതയുള്ള ഇലക്ട്രിസിറ്റി ചാർജ്, ഒരു മാസത്തിൽ വരാൻ സാധ്യതയുള്ള ഇലക്ട്രിസിറ്റി ചാർജ്. ഈ റെന്റ്, വാടകയ്ക്ക് ആ ബിൽഡിംഗ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വാടകയ്ക്കാണ് നമ്മുടെ ലാൻഡ് എങ്കിൽ ലെൻഡോ ലീസ് റെന്റോ അല്ലെങ്കിൽ റെന്റോ പറയാം. ഈ റെന്റ് എത്ര വരുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. നമ്മൾ ഓൾറെഡി റെന്റ് എഗ്രിമെന്റ് എഴുതി കാണും. അപ്പൊ കൃത്യമായിട്ടുള്ള വാടക എത്ര വരുമെന്ന് നമുക്കറിയാം. ഈ പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനിൽ നമ്മളെ കത്തിടപാടുകളും മറ്റ് പേപ്പർ ഭാഗങ്ങളും ഒക്കെ വേണ്ടി വരുന്ന ഒരു ഉദ്ദേശം ഒരു 10,000-5,000 രൂപ ഇടുക. റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഒരു വലിയ മെഷീനറിക്ക് ഒരു 1% ഒക്കെ ഇട്ടാൽ മതി. വലിയ മെഷീനറിക്ക് അനുസരിച്ചൊക്കെ ആണെങ്കിൽ 1% ഒക്കെ ഇടുക. ഇല്ലെങ്കിൽ ഒരു 10,000-2,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഭാഗം ചെയ്യുക. പിന്നെ ഇൻഷുറൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുക. അത് കുറച്ച് എമൗണ്ട് എത്ര ഇൻഷുറൻസ് ചെയ്യുന്നത് കമ്പനിയുടെ പേര് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഇടാം. ട്രാവലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലായിരിക്കാം മെറ്റീരിയൽ എടുക്കുന്നത്, ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കലായിരിക്കാം, ചിലപ്പോൾ ഒരു റെഡിമെയ്ഡ് ഗാർമെന്റ്സിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ പോയിട്ട് ഒന്നിച്ചായിരിക്കും നമ്മൾ നേരിട്ട്. അപ്പൊ നമ്മൾ പോകുമ്പോൾ നമുക്ക് വണ്ടിക്കൂലിയുണ്ട്. അതാണ് ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ കൊണ്ടിരുന്ന ലോഡിങ് അൺലോഡിങ് എല്ലാം വരും ട്രാൻസ്പോർട്ടേഷൻ. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കാവുന്നത്, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന വണ്ടിക്കൂലി. ഇത് രണ്ടും ഏകദേശം ഒരു ഉദ്ദേശം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ അതർ അൺഫോർസിബിൾ എന്ന് പറഞ്ഞാൽ പലതും വരാം. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ഉദ്ദേശം, ഒരു എമൗണ്ട് ഇടുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് അതർ എക്സ്പെൻസ്. വർക്കിംഗ് ക്യാപിറ്റലിന് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യം: 1 റോ മെറ്റീരിയൽ, സ്റ്റാഫ് ആൻഡ് ലേബർ, അതിനുശേഷം അതർ എക്സ്പെൻസസ്. ഇത് 3 കൂടെ ചേരുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇത് 3 കൂടെ ചേരുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി നെക്സ്റ്റ് പോർഷൻ, ഈ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എടുക്കും. ഇത് 3 കിട്ടി, ഒരു മാസത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ ഒരു മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ അല്ലെങ്കിൽ റൊട്ടേഷൻ ചിലപ്പോൾ എല്ലാവർക്കും ഒരു മാസത്തെ ആവശ്യമില്ല. ചിലർക്ക് 2 മാസത്തേക്കായിരിക്കും ഇതൊക്കെ ആവശ്യം. റോ മെറ്റീരിയൽസ് ചിലപ്പോൾ 2 ആഴ്ചത്തേക്ക് ഒന്ന് മേടിച്ചു വെച്ചാൽ മുതലാവില്ല. വണ്ടിക്കൂലിയും പോയി വരവും മെനക്കേടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചില കേസിൽ ഒരാഴ്ചത്തേക്കൊന്നും പോരാ, ചിലപ്പോൾ 2 മാസത്തേക്ക് വേണ്ടി. അപ്പൊ എന്നാൽ ഒരു പപ്സ് ഉണ്ടാക്കുന്ന യൂണിറ്റ് ആണെന്ന് നമുക്ക് റോ മെറ്റീരിയൽസ് വേണ്ടി വരുന്ന ഒരു മുട്ട പപ്സ് ഉണ്ടാക്കുന്ന യൂണിറ്റ് ആണ്. നമ്മുടെ റോ മെറ്റീരിയൽസ് എന്താണ്? മുട്ടയാണ് പ്രധാനമായും, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഉള്ളിയൊക്കെ. ഇത് നമുക്ക് ഒരു മാസത്തേക്ക് മേടിച്ച് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. 2 ദിവസം 3 ദിവസം പോയി മേടിച്ചു. അപ്പൊ റോ മെറ്റീരിയലിന്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ നടത്തും. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, അതിന്റെ ഡേയ്സ് വരുന്നത്
അതായത് നമ്മൾ ഓൾറെഡി ഒരു മാസത്തെ ഇവിടെ കണ്ടെത്തി അല്ലെ. ഇവിടെ ഓൾറെഡി ഒരു മാസത്തെ നമ്മൾ പറഞ്ഞു എന്തൊക്കെ മെറ്റീരിയൽ ആണ് വേണ്ടത്, അതിന്റെ എത്ര ക്വാണ്ടിറ്റി വേണം, എത്ര രൂപയാവും, റേറ്റ് ആവും നമ്മൾ കണ്ടെത്തി. ഇനി ഇവിടെ നമ്മള് വർക്കിംഗ് ക്യാപിറ്റൽ പോർഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാ കൺഫ്യൂഷൻ ആണ്. ഓരോ റോ മെറ്റീരിയലും നമ്മളാണ് തീരുമാനിക്കുന്നത് എത്ര നാളത്തേക്ക് സ്റ്റോക്ക് ചെയ്യണം, നമുക്ക് എത്ര നാളത്തേക്ക് ആവശ്യമുണ്ട്. ചിലപ്പോൾ മോശപ്പെട്ടു പോകും, ചിലപ്പോൾ ദീർഘകാലം ഇരിക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ സിമെന്റും പാറപ്പൊടിയൊക്കെയാണ് നമുക്ക് ഒരു മാസത്തേക്ക് ചിലപ്പോൾ സൂക്ഷിച്ചു വെക്കാൻ കുഴപ്പമൊന്നും. എന്നാൽ പച്ചക്കറിയുമായിട്ട് ബന്ധപ്പെട്ട വെജിറ്റബിൾസുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പ്രൊഡക്ഷൻ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 3-4 ദിവസമേ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ അതനുസരിച്ച് നമ്മള് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഇത്ര ദിവസം ഇടാം. 7 ദിവസം, 10 ദിവസം, 15 ദിവസം നമുക്കത് സ്റ്റോക്ക് കാണിക്കാം. ഓക്കെ, നമ്മുടെ ആവശ്യകത അനുസരിച്ച് കാണിക്കാം. നമ്മൾ ഒരു മാസത്തെ കാൽക്കുലേഷൻ അവിടെ ഉണ്ടല്ലോ, അതനുസരിച്ച് ആ എമൗണ്ടിനനുസരിച്ച് 10 ദിവസത്തെ വെച്ചാൽ അത് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഇനി അതിനുശേഷം റോ മെറ്റീരിയൽസ് ഇൻ പ്രോസസ്. ഓരോ റോ മെറ്റീരിയൽ പ്രോസസ് ചെയ്ത പ്രൊഡക്ട്സ് നമ്മള് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്ര, ഇപ്പൊ സർവീസ് സെക്ടറെ സംബന്ധിച്ചൊന്നും പ്രശ്നമല്ല, ബിസിനസിനെ സംബന്ധിച്ചൊന്നും പ്രശ്നമല്ല, പ്രൊഡക്ഷനെ സംബന്ധിച്ച് പറയുമ്പോഴാണ് ഇത് വരുന്നത്. ഈ റോ മെറ്റീരിയൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ദിവസം എടുക്കാം, ചിലപ്പോൾ ഒരു മണിക്കൂർ മതിയായിരിക്കും ഇത് പ്രൊഡക്റ്റ്. ചില കാര്യങ്ങളൊക്കെ 2 ദിവസം എടുക്കും പ്രൊഡക്റ്റ് ആയിട്ട്, ചിലതൊക്കെ 4-5 ദിവസം എടുക്കും. ഇപ്പൊ ഒരു സിമെന്റ് ഹോളോ ബ്രിക്സ് ഒക്കെ 3-4, നേരത്തെ ടൂറിം പീരീഡ് ഒക്കെ 8 ദിവസമൊക്കെ ആയിരുന്നു വെള്ളത്തിലിട്ട് ഈ സിമെന്റ് ബ്രിക്സ് ഉണ്ടാക്കിയിട്ട് 8 ദിവസം എടുക്കും ഈ മെറ്റീരിയൽ ഇങ്ങനെ. അപ്പൊ അതനുസരിച്ച് നമ്മൾ റോ മെറ്റീരിയൽ പ്രോസസ് ചെയ്യാൻ എത്ര ദിവസം വേണം അത്രയും ദിവസം അവിടെ 2 ദിവസം, 1 ദിവസം. ഇപ്പൊ നമുക്കൊരു എന്താ പറയുക, ഒരു ഉപ്പേരി ഉണ്ടാക്കാം, 1 ദിവസം അല്ലെ, 1 ദിവസം കാണിച്ചു, 1 ദിവസം വേണ്ട, 1 ദിവസത്തെ കാണിച്ചാൽ മതി. എത്ര അമൗണ്ട് നമുക്ക് മാറ്റി വെക്കാം. ഒരു വേറെ എന്തെങ്കിലും ഒരു തുണി തയ്ക്കുന്നതാണെങ്കിൽ, ഒരു ഡ്രസ്സ് ഉണ്ടാക്കുന്നതാണെങ്കിൽ 1 ദിവസം. അങ്ങനെ ഓരോന്നിനും നമുക്ക് ഇത്ര ദിവസം വേണം, നമുക്കറിയാം നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിന്റെ ഡേയ്സ് എത്രയാണ്, എമൗണ്ട് എത്രയാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ആ പ്രോജക്ട് റിപ്പോർട്ടർ ഉണ്ടാക്കുന്ന ആൾക്കറിയാം, എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം നമ്മുടെ റാക്കൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഈ റാക്കിൽ ഇങ്ങനെ ഇരിക്കും, ഇത് പുറത്തു പോകുന്നില്ല, പ്രോസസ്സിലും അല്ല, റോ മെറ്റീരിയൽസും അല്ല, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് തന്നെ നമ്മൾ വിൽക്കാൻ പറ്റുന്ന അവിടെ ഇരിക്കും, അത് കാശായിട്ടല്ലേ അവിടെ ഇരിക്കും. അപ്പൊ ആ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ നമ്മൾ ഇത്ര ദിവസത്തേക്ക് സ്റ്റോക്ക് നമ്മുടെ റോ മെറ്റീരിയൽ സ്റ്റോക്ക് ആയിട്ട് അവിടെ ഇരിക്കും, സ്റ്റോക്കിൽ ഉൾപ്പെട്ടു പോയി നമ്മുടെ റോ മെറ്റീരിയൽ. അപ്പൊ അതും നമ്മള് പരിഗണിക്കുന്ന എത്ര ദിവസം ഇരിക്കും. നമുക്കിപ്പോ പറയാം, ഞാനിപ്പോ ഒരു പപ്സ് ഉണ്ടാക്കി, പപ്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ 3 ദിവസം എടുത്ത് വെക്കുമോ? ഒരു ചപ്പാത്തി പാക്കിംഗ് വിൽക്കുക, ചപ്പാത്തി വിൽക്കുന്ന കമ്പനിയാണ്, ഞാൻ ചപ്പാത്തി കവറിനകത്തിട്ട് 3 ദിവസം സ്റ്റോക്ക് ചെയ്ത് വെക്കൂ? ഇല്ല, 1 ദിവസം പോലും വെക്കത്തില്ല. അപ്പൊ നമ്മൾ 1 ദിവസം കാണിക്കാം സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലേ. അപ്പൊ ഓരോന്നിന്റെ അനുസരിച്ച് നമ്മൾ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ദെൻ ക്രെഡിറ്റ് സെയിൽ. ഈ ഭാഗമൊക്കെ വരുമ്പോൾ കുറച്ച് പ്രയാസമാണെന്ന് എനിക്കറിയാം. ക്രെഡിറ്റ് സെയിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ പലപ്പോഴും ഒരു സ്ഥാപനം തുടങ്ങി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു പ്രൊഡക്ഷൻ സെന്റർ ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ പല കാര്യങ്ങളും ക്രെഡിറ്റിലായിരിക്കും. നമ്മൾ ആദ്യത്തെ ഒന്ന് കൊണ്ട് കൊടുത്തു, പിന്നീട് 2 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ് അടുത്തതായിരിക്കും കടകളിൽ കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കടകളിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ആദ്യത്തെ കൊടുത്തു കഴിഞ്ഞ് രണ്ടാമത്തെ കൊടുക്കാൻ ചെല്ലുമ്പോഴായിരിക്കും അവർ ആദ്യത്തെ പൈസ തരും. അപ്പോഴും ചിലപ്പോൾ ആദ്യത്തെ ഫുൾ പൈസ തരില്ല, ആദ്യത്തെ പകുതി പൈസ തരും. അപ്പൊ അത്രയും ദിവസം നമ്മൾ പ്രവർത്തിക്കണം വേണ്ടേ. പ്രവർത്തിക്കുമ്പോ ഈ നമ്മുടെ ഉണ്ടാക്കിയ നമ്മള് റോ മെറ്റീരിയൽസ് എവിടെയാണ്, ഫിനിഷ്ഡ് ആയിട്ട് കടകളിൽ കിടക്കുക, നമ്മുടെ കയ്യിൽ പൈസ കിട്ടിയിട്ടില്ല വേണ്ട. അപ്പൊ നമുക്ക് പ്രവർത്തിക്കാൻ പിന്നെ പൈസ വേണം. അതാണ് ക്രെഡിറ്റ് സെയിലായിട്ട് എത്ര ദിവസത്തേക്ക് ക്രെഡിറ്റ് പോകും. ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് ക്രെഡിറ്റ് പോകാം, ചില കേസുകളൊക്കെ 1 ദിവസമായിരിക്കാം, ചിലപ്പോൾ ഒരു 15 ദിവസം ക്രെഡിറ്റ് പോകാം, ചില കേസുകളൊക്കെ 1 മാസം ക്രെഡിറ്റ് പോകാം, ചില കേസുകൾ അങ്ങനെയുണ്ട്. ഇപ്പൊ ഈ റബ്ബർ കൊണ്ടുള്ള മാറ്റുകളൊക്കെ, റബ്ബർ മാറ്റ് നമുക്കറിയാം 25-30 1 മാസം സ്ഥിരമായിട്ട് വലിയ വലിയ കമ്പനികളുടെ ഒക്കെ ക്രെഡിറ്റ് ഒക്കെ 30 ദിവസത്തിനൊക്കെ മേളിലാണ് ക്രെഡിറ്റ്. അപ്പൊ അത്രയും ദിവസം പ്രവർത്തിക്കുന്ന ഈ വർക്കിംഗ് ക്യാപിറ്റൽ ക്രെഡിറ്റ് കാണിക്കും. നമ്മുടെ ക്രെഡിറ്റിന്റെ സെയിലിന്റെ ഡേയ്സും എമൗണ്ടും എഴുതും. ഇത് 4 കഴിഞ്ഞ് 1 മന്ത് വർക്കിംഗ് എക്സ്പെൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റാഫ് ആൻഡ് ലേബർ അതർ എക്സ്പെൻസ് കൂടെ കൂടുന്നതാണ്, അത് രണ്ടും കൂടെ കൂട്ടി വരുന്നതാണ് ഈ അതർ എക്സ്പെൻസ്. ഈ സ്റ്റാഫ് ആൻഡ് ലേബറും അതർ എക്സ്പെൻസും കൂടെ ടോട്ടലാണ് 1 മന്ത് വർക്കിംഗ് എക്സ്പെൻസ്. ഇത്രയും കൂടെ കൂട്ടി വന്ന് ഒരു ടോട്ടൽ കിട്ടും. ഈ ടോട്ടൽ എമൗണ്ട് നമ്മൾ റൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ 501, 510, 600 ഒക്കെ വന്നു കഴിഞ്ഞാൽ റൗണ്ട് ചെയ്ത് 1000 ആക്കി, അല്ലെങ്കിൽ ഒരു റൗണ്ടഡ് എമൗണ്ട് ആക്കി നമുക്ക്
ഇവിടെ ഞാൻ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ കാണിക്കും. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കൃത്യമായിട്ട് ഫിക്സഡ് അസറ്റ് നമുക്ക് കിട്ടും. ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ആകെയുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ലാൻഡിന് ഇത്ര രൂപ, അല്ലെങ്കിൽ ലാൻഡ് ഉണ്ടായിരിക്കാം, ബിൽഡിങ്ങിന് ഇത്ര രൂപ നമ്മൾ കണ്ടെത്തി, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഇത്ര രൂപ കണ്ടെത്തി, വർക്കിംഗ് ക്യാപിറ്റൽ ഇത്ര രൂപ കണ്ടെത്തി. ടോട്ടൽ ഇതാണ് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എന്താണ് ഫണ്ട് എങ്ങനെ, അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റില് ഈ ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 1 ലക്ഷം രൂപയാണ് ടോട്ടൽ എക്സ്പെൻസ് വന്ന്, ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് 1 ലക്ഷം രൂപയാണെങ്കിൽ എല്ലാരും തെറ്റിദ്ധരിക്കുന്ന ഒരു ഭാഗം നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള സംരംഭകർ തെറ്റിദ്ധാരണ, ഈ ലോണും പ്രൊജക്റ്റും ഒന്ന് തന്നെയാണ്. അല്ല, പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതി രൂപരേഖ, ഒരു പ്ലാനിങ്, ഒരു പുസ്തകം, നമ്മുടെ പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ തയ്യാറാക്കുന്ന ഒരു രൂപരേഖയാണ് പ്രൊജക്ട് റിപ്പോർട്ട്. അത് ലോണുമായിട്ടൊരു ബന്ധവുമില്ല. നമുക്ക് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ചെയ്യും, ലോൺ ഇട്ട് വേണമെങ്കിൽ ചെയ്യും. പദ്ധതി രൂപരേഖയിൽ ഈ പറയുന്നതാണ് ആകെ ചെലവ് എന്ന് പറയുന്നത് ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഇതിൽ എങ്ങനെ ഫണ്ട് കണ്ടെത്തും? പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ, അതായത് നമ്മുടെ വിഷൻ, ഓൺ ഫണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. ഈ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ എത്ര പെർസെന്റേജ്? ചില സ്കീമിനനുസരിച്ച് മാറ്റം. കേന്ദ്ര ഗവൺമെന്റ് PMPGP എന്ന് പറഞ്ഞൊരു പദ്ധതിയിൽ 5% മുതൽ 10% വരെ മാത്രമേ നമുക്ക് കൈത്തരാൻ പറ്റൂ. ബാക്കി 90 മുതൽ 95% വരെ ബാങ്ക് ലോൺ. എന്നാൽ നേരിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന മിക്ക സ്കീമുകൾക്കും 70%, 75%, 80% ഒക്കെയാണ് ബാങ്ക് ലോൺ വരുന്നത്. നമ്മുടെ കയ്യിൽ നമ്മൾ ബാലൻസ് വരുന്ന 25%, 30%, 20% ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നു. അതാണ് സോഴ്സ് ഓഫ് ഫിനാൻസിലെ എ എന്ന് പറയുന്ന പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. എത്ര പെർസെന്റേജ് നമ്മുടെ കയ്യിൽ നിന്ന്, അത് എത്ര രൂപയാണ്? അതാണ് പെർസെന്റേജ്. 5% ആകാം, 10 ആകാം, 15 ആകാം. നിങ്ങൾക്ക് ഇനി 50% 50% ചെയ്തിട്ടും ബാക്കി 50%. അപ്പൊ നമ്മളുടെ കയ്യിൽ നിന്നിട്ട് കഴിഞ്ഞ ബാലൻസ് ടേം ലോൺ ഫോർ ബിൽഡിംഗ്. ബിൽഡിങ്ങിന് എത്ര രൂപ ലോൺ വേണ്ടി വരും? നമ്മുടെ കയ്യിൽ നിന്നിട്ട് കഴിഞ്ഞ ബാലൻസ് വരുന്ന എമൗണ്ട് ആണല്ലോ, പെർസെന്റേജ് ആണല്ലോ ബിൽഡിങ്ങിന് വരുന്ന ബാലൻസ്. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഇത്ര പെർസെന്റേജ്, വർക്കിംഗ് ക്യാപിറ്റൽ ലോണിന് ഇത്ര പെർസെന്റേജ്. ഇത് നമുക്കറിയാം ശതമാനം 100-ലാണ്. എന്റെ കയ്യിൽ നിന്ന് ഞാൻ 10% സംരംഭത്തിന് വേണ്ടിയിട്ടിട്ട ബാലൻസ് 90% വരും, ലോൺ വരും. ചില കേസുകൾ അടുത്തിലോട്ട് പോകണ്ട, എന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ്. ചില കേസുകളിൽ ബാങ്ക് ലോൺ തരും. ഈ ബിൽഡിങ്ങിനൊക്കെ 60% കൂടുതൽ ലോൺ തരും. 60-65% കൂടുതൽ ലോൺ തരാൻ സാധ്യതയില്ല. എന്നാൽ മെഷീനറിക്കൊക്കെ 75-80% ലോൺ തരും. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ 70%, 75% ഒക്കെ ലോൺ തരും. അപ്പൊ അതും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോന്നിന്റെ ലോൺ പെർസെന്റേജ് വ്യത്യാസപ്പെട്ടിരിക്കും. ചില സ്കീമുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ മാത്രമേ ഉള്ളൂ കറക്റ്റ് ആയിട്ട് വരും. അല്ലാതെ നമ്മൾ നേരിട്ടൊക്കെ എടുക്കുന്ന ലോണുകൾക്കോ പിന്നീട് സബ്സിഡിക്ക് ക്ലെയിം ചെയ്യുന്ന ലോണുകൾക്കോ ഒക്കെ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും. 70%, 75%, പലതിനും ബിൽഡിങ്ങിന് 70, 60, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 65, ബാക്കി അങ്ങനെ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മുടെ ഓൺ ഫണ്ട് വ്യത്യാസപ്പെടാം. ഓക്കെ, അപ്പൊ എങ്ങനെ വന്നാലും ടോട്ടൽ നമുക്ക് കിട്ടും. ഈ ടോട്ടൽ കിട്ടിയതിനു ശേഷം നമ്മൾ താഴെ എന്തെങ്കിലും സബ്സിഡിയോ ഗ്രാന്റോ എമൗണ്ടോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഇത് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് എത്ര പെർസെന്റേജ് ആണെന്നും എത്ര രൂപയാണെന്നും പ്രൊജക്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കും. കാരണം നമ്മൾ ബാങ്കിലൊക്കെയാണ് ഈ പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കുന്നതെങ്കിൽ അവര് ഒരു ലോൺ ഇത്ര ശതമാനം കൊടുത്തു, അതിന് തൊട്ട് താഴെ ഗ്രാന്റ് 50% ഗ്രാന്റ് കിട്ടുമല്ലോ, അല്ലെങ്കിൽ സബ്സിഡി ഒരു 2 ലക്ഷം രൂപ കിട്ടുമല്ലോ എന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷം. ഈ പ്രൊജക്ട് റിപ്പോർട്ട് കാണുമ്പോൾ അവരുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും എവിടുന്നെങ്കിലും നമുക്ക് സബ്സിഡിയോ ഗ്രാന്റോ കിട്ടാറുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് മെൻഷൻ ചെയ്തിരിക്കും. ഓക്കെ, ഇനി അടുത്ത പ്രൊജക്ട് റിപ്പോർട്ടിലെ ഇമ്പോർട്ടന്റ് ഭാഗമാണ് കോസ്റ്റ് ഓഫ് പ്രൊജക്ട്, അല്ലെങ്കിൽ റണ്ണിങ് കോസ്റ്റ്. നമ്മൾ ഇതെല്ലാം കണ്ടുപിടിച്ച് വെച്ചേക്കുക. പ്രാക്ടിക്കലി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. റോ മെറ്റീരിയല് എത്ര രൂപ ഒരു മാസത്തേക്ക് വേണം നമ്മൾ ആദ്യമേ തന്നെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. റോ മെറ്റീരിയൽസിന്റെ കാര്യം ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കാൽക്കുലേഷൻ കൊണ്ട് എടുത്തെഴുതിയാൽ മതി. സ്റ്റാഫ് ആൻഡ് ലേബർ ഒരു മാസത്തേക്ക് ഇത്ര രൂപ വേണം, അതർ എക്സ്പെൻസ് ഒരു മാസത്തേക്ക് ഇത്ര രൂപ വേണം,
പിന്നെ വേണ്ടത് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന് ബിൽഡിംഗ് സാധാരണഗതിയിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് പണിയുകയാണ്. വാടകയെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമില്ല. നമ്മൾ മുതൽ മുടക്കി, നമ്മൾ കാശ് മുടക്കി ഒരു ബിൽഡിംഗ് പണിയുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡിപ്രീസിയേഷൻ കാണും. തേയ്മാനം. ഡിപ്രീസിയേഷൻ ഒരു ജനറൽ ആയിട്ട് ബിൽഡിങ്ങിന് കാണിക്കാറുള്ളത് 5% എന്നാണ്. അതായത് 1,00,000 രൂപയുടെ ബിൽഡിംഗ് 5% എന്ന് പറയുന്നത് 5,000 രൂപ ഒരു വർഷത്തെയാണ്. നമ്മളിപ്പോ ഒരു മാസത്തെ കണക്കാണ് എടുക്കുന്നത്, ഡിവൈഡഡ് ബൈ 10. അപ്പൊ അങ്ങനെ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് വെച്ചാൽ 5% സാധാരണഗതിയിലുണ്ട് നമുക്ക് കാണിക്കാൻ. പിന്നെ ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ നോർമലി കാണിക്കാറുള്ള 15%. ഇനി ചില ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടർ സെന്റർ തുറന്നു, ഒരു DTP സെന്ററോ ഫോട്ടോ കോപ്പി ഒക്കെ ആണെങ്കിൽ അത് സാധാരണഗതിയിൽ അതിന്റെ ഡിപ്രീസിയേഷൻ ഈ കമ്പ്യൂട്ടറിന്റെയും ഫോട്ടോ കോപ്പി മെഷീന്റെയും ഒക്കെ കാണിക്കാറുള്ളത് 20-25% വരെയൊക്കെ ഡിപ്രീസിയേഷൻ കാണിക്കാറുണ്ട്. അപ്പൊ അത് ഓരോ മെഷീനറിക്കും എക്യുപ്മെന്റ്സിനും ഫിക്സഡ് അസറ്റിനും ഒക്കെ അനുസരിച്ച് 15 മുതൽ 25% വരെ ഡിപ്രീസിയേഷൻ. പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്ന ചെലവ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ. നമ്മുടെ വായ്പ, നമുക്ക് ലോൺ ഉണ്ടെങ്കിൽ ലോൺ 2 തരത്തിലാണ്. ഒന്ന് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് CC അക്കൗണ്ടിൽ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എന്ന് പറഞ്ഞ പ്രവർത്തന മൂലധനത്തിന് ഒരു ലോൺ തരും. അതിങ്ങനെ ലോൺ നമുക്ക് സാങ്ഷൻ ചെയ്ത് നമ്മൾ കുറേശ്ശെ എടുക്കുന്നു, മെറ്റീരിയൽ വാങ്ങുന്നു, തിരിച്ചടയ്ക്കുന്നു, നമുക്ക് സെയിൽ നടന്ന് പൈസ കിട്ടുമ്പോൾ തിരിച്ചടയ്ക്കുന്നു. ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ആ വർക്കിംഗ് ക്യാപിറ്റലിലോട്ട് നമുക്കൊരു കോടി ഇത്ര പാസ്സായിട്ടും 10 ലക്ഷം രൂപ പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു 50,000 രൂപ എടുത്ത് കുറച്ച് മെറ്റീരിയൽ എടുത്ത് പിന്നെ പോയിട്ട് 1 ലക്ഷം രൂപ എടുത്തു. അങ്ങനെ നമുക്ക് എടുക്കുന്നു, തിരിച്ചടയ്ക്കുന്നു. ആ വർക്കിംഗ് ക്യാപിറ്റൽ ലോണിന് ഉള്ള ഒരു പലിശ ഇത്ര %, 10%, 10%, 15%. ഇനി പിന്നീടുള്ള ടേം ലോൺ. ടേം ലോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിക്സഡ് അസറ്റ് വരുന്നു. ടേം ലോൺ സാധാരണഗതിയിൽ ഒരു ബാങ്ക് സ്റ്റാൻഡേർഡ് 3 മുതൽ 7 വർഷം വരെയാണെങ്കിലും ജനറലി ബാങ്ക് കൊടുക്കാറുണ്ട് 5 വർഷത്തേക്ക്. മിക്ക ബാങ്കുകളും തിരിച്ചടവ് കാലാവധി കൊടുക്കാറുണ്ട് 5 വർഷത്തേക്ക്. അവർ 5 വർഷത്തേക്ക്, ഉദാഹരണത്തിന് 10 ലക്ഷം രൂപയാണ് അവർ ടേം ലോൺ തരുന്നതെങ്കിൽ അവർ ആ 10 ലക്ഷം രൂപയ്ക്ക് 60 മാസം, 5 വർഷം, 60 മാസം എത്ര ശതമാനമാണെന്ന് അവർ നോക്കും. 10 ആയിരിക്കാം, 10.5 ആയിരിക്കാം, 11% ആയിരിക്കാം. നമ്മളപ്പോ ഒരു പ്രൊജക്ട് റിപ്പോർട്ടിനകത്ത് ഒരു സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് ഇടണം. 10%, 15% ഇൻട്രസ്റ്റ് ഇടണം. ഇട്ടിട്ട് ഈ 60 മാസം കാൽക്കുലേറ്റ് ചെയ്ത് മുതലും പലിശയും എത്ര വരുമെന്നൊക്കെ നോക്കും. ആ പലിശയാണ് ഇവിടെ വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ടേം ലോൺ എന്ന് പറയുന്നത് അതാണ് പലിശ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥിരമായ തിരിച്ചടവ് 5 വർഷത്തേക്ക് തരുമെങ്കിൽ ഓരോ മാസവും എത്ര രൂപ പലിശ വരുമെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞു. എത്ര ആണോ ലോൺ, വർക്കിംഗ് ക്യാപിറ്റൽ ടേം ലോൺ എത്രയാണോ അതിന്റെ 10%, 10.5%, ബാങ്ക് ചോദിച്ചാൽ അറിയാൻ കഴിയും നമ്മുടെ എത്ര ശതമാനം പലിശ വരും. 10% ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിന്റെ പലിശ കണ്ടെത്താൻ. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോജക്ട് റിപ്പോർട്ടിൽ തീർച്ചയായിട്ടും ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കണം പ്രോജക്ട് റിപ്പോർട്ടിൽ വരേണ്ടത്. ഇവിടെ വരെയുള്ള കാര്യങ്ങൾ, അതർ എക്സ്പെൻസസ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതേ പ്രൊജക്ട് റിപ്പോർട്ടിൽ വരാവൂ. എന്നാൽ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യുമ്പോൾ മാത്രമാണ്, നമ്മളെല്ലാം പഠിച്ചിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇവിടെ തൊട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ടഫാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് അങ്ങോട്ടെല്ലാം അതിനെ ബേസ് ചെയ്തുള്ള കാൽക്കുലേഷൻസ് ആണ് പിന്നീട് മുഴുവൻ വരുന്നത്. അപ്പൊ ഇനി തൊട്ട് പറയുന്ന കാര്യങ്ങൾ കുറച്ച് ടഫായിട്ട് നിങ്ങൾക്ക് തോന്നണം, എന്നിരുന്നാലും ഞാൻ പറഞ്ഞു പോവുകയാണ്. പക്ഷെ ഈ കാൽക്കുലേഷൻസ് മുഴുവൻ ബേസ് ചെയ്യുന്നത് ദയവ് ചെയ്ത് ഇന്ന് മുതൽ നിങ്ങൾ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ കൊടുക്കുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷമായിരിക്കണം ഒരു CA-കാരനോ കൺസൾട്ടൻസിക്കാരനോ അല്ല ഞങ്ങളെ പോലുള്ള ആളുകൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ വരുന്ന കാൽക്കുലേഷൻ നിങ്ങൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ കാൽക്കുലേഷൻ ഒക്കെ പ്രൊജക്ട് ചെയ്യാൻ അറിയാവുന്നവര് ചെയ്തു. ഇനി ഡീറ്റെയിൽസ് ഓഫ് സെയിൽ ഇവിടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ആളെ കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യിക്കാൻ പാടില്ല. സെയിലിന്റെ ഡീറ്റെയിൽസ്, എന്ത് സാധനമാണ് വിൽക്കുന്നത്. ഇപ്പൊ മുമ്പ് ഞാൻ പറഞ്ഞു, ഉദാഹരണം ഞാൻ ഫ്ലോർമെലിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ മുളക് വെച്ചിട്ട് പൊടിക്കുന്ന എന്താണ്, മുളക് പൊടി. അപ്പൊ ചില്ലി പൗഡർ എന്ന് പേര് കൊടുത്തിട്ട്
എത്ര ക്വാണ്ടിറ്റി ഒരു മാസം വിൽക്കാൻ പറ്റും, എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. ഇത് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തന്നെ അത് രേഖപ്പെടുത്തും. നിങ്ങളല്ല മറ്റുള്ളവരെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കണം. നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം എന്താണ്, മുളകുപൊടി എത്ര രൂപയാണ് അത് വിൽക്കുന്നത്, ഒരു പാക്കറ്റിലെ 1 കിലോയ്ക്ക് എത്ര രൂപയാകും, ക്വാണ്ടിറ്റി അതായത് കിലോ, 1/2 കിലോ, 1 കിലോ, 100 ഗ്രാം, 200 ഗ്രാം, എന്റെ റേറ്റ്, സെയിൽ റേറ്റ് 1 കിലോ മുളകുപൊടിക്ക് 350 അല്ല 360 രൂപ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ എമൗണ്ട് പറഞ്ഞു കൊടുക്കണം. ഒരു മാസം എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ പ്രൊജക്ട് പ്രോഫിറ്റ്, അതായത് പ്രൊഡക്ഷനും സെയിൽസും കൂടെ വരുമ്പോഴാണല്ലോ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അതിൽ കുറയ്ക്കുന്നതാണല്ലോ. കൃത്യമായിട്ട് പ്രൊഡക്ഷൻ വന്ന് കൃത്യമായിട്ട് നിങ്ങളൊരു സെയിലിൽ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്ട് റിപ്പോർട്ട് ഞാൻ ആദ്യമേ പറഞ്ഞ 70% വരെ കറക്റ്റ് ആയി എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെയാണ്. നിങ്ങൾ ഈ കൃത്യമായിട്ട് നിങ്ങൾ വാങ്ങിയ ഒരു മാസത്തേക്ക് നിങ്ങൾ എടുക്കുന്ന റോ മെറ്റീരിയൽസിന് അനുസരിച്ച് അതിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്ര പൊടിക്കാൻ കഴിയും. ഇപ്പൊ 1 കിലോ മുളക് മേടിച്ചാൽ എത്ര മുളക് പൊടി ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കും. 1 കിലോ മുളകിനകത്ത് എത്ര മുളക് പൊടി, 1 കിലോ മുളക് 180 രൂപയ്ക്ക് വാങ്ങിയാൽ ആ 1 കിലോ മുളക് കൊണ്ട് എത്ര മുളക് പൊടി ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് അറിയണം. 1/2 കിലോ മുളക് പൊടി കിട്ടുമെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ആ 1/2 കിലോ മുളക് പൊടി എത്ര രൂപയ്ക്ക് കിട്ടും, അപ്പൊ ലാഭം വരുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയാം. പിന്നെ കുറച്ച് വേസ്റ്റേജ് ഒക്കെ വരാം, ഉണ്ടാക്കിയതിൽ തന്നെ കുറച്ച് വേസ്റ്റേജ് വരാം. അത് നമ്മളൊരു 0.1% ഒക്കെ കിട്ടി കൊടുക്കുമ്പോഴാണ് അത് വരുന്ന ടോട്ടൽ. ഇനി മുഴുവൻ കാൽക്കുലേഷൻസ് ആണ് നിങ്ങൾ ടഫ് മേഖലയിലോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ വരെയുള്ള ഭാഗം കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. വിൽക്കുന്ന എന്താണ് പ്രൊഡക്ട്സ്, അത് ഒരു മാസം എത്ര ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, വിൽക്കുന്ന ഓരോ കെജിക്കും അല്ലെ ഓരോ നമ്പേഴ്സിനും എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, ടോട്ടൽ. ഇത് നിങ്ങൾ സ്വയം തയ്യാറാക്കണം, അല്ലെങ്കിൽ തയ്യാറാക്കുന്ന ആൾക്ക് എഴുതി കൊടുക്കണം. കാരണം ഇത് മറ്റൊരാൾ അവരുടെ ഇഷ്ടപ്രകാരം തയ്യാറാക്കുകയാണെങ്കിൽ അവർ ചുമ്മാ ഒരു ലാഭം ഉണ്ടാക്കിയെടുത്തേ ഉള്ളൂ. ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും കാണില്ല. ചുമ്മാ ഒരു അപ്പൊ വേറൊരിടത്തൊരു പ്രൊജക്ട് റിപ്പോർട്ട് ബാങ്കിലോ ഗവൺമെന്റ് ഓഫീസിലോ ഒക്കെ ചെല്ലുമ്പോൾ അത് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവും വരാതെ അവർ നിങ്ങളോട് ചോദിക്കും. നിങ്ങളോട് ചോദിക്കുന്നത് ഈ പ്രൊജക്ട് റിപ്പോർട്ടിനകത്ത് ഒരു ബന്ധവും വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രൊജക്ടൊക്കെ റിജക്റ്റ് റിട്ടേൺ ആകാനൊക്കെയുള്ള സാധ്യതകൾ. അപ്പൊ പ്രൊജക്ട് റിപ്പോർട്ടിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതായിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു 100%, 20% എങ്കിലും നല്ലൊരു പ്രൊജക്ട് റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, ഇനിയും വരുന്നത് ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കണ്ടെത്തി. ടോട്ടലി എത്ര രൂപ വരുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ മനസ്സിലാക്കി. റോ മെറ്റീരിയൽ, സ്റ്റാഫ്, അതർ എക്സ്പെൻസ്. ഇനി വിൽക്കുന്ന ഓരോന്നിനും വിൽക്കുന്ന എമൗണ്ട് ഒരു മാസത്തെ നമുക്ക് കണ്ടെത്തി. അത് വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഒരു മാസത്തെ പ്രോഫിറ്റ് കിട്ടും. അതിനെ 12 കൊണ്ട് കുറിച്ചാൽ ഒരു വർഷത്തെ പ്രോഫിറ്റ്. ചിലപ്പോൾ ടാക്സ് കൊടുക്കേണ്ട ഇടപാട്. ടാക്സ് ഇൻകം ടാക്സ്, സെയിൽ ടാക്സ്. നമുക്ക് വരുമാനം കിട്ടിക്കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് 5 ലക്ഷത്തിന് മേളിൽ ഇയർലി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടാക്സിന്റെ കാൽക്കുലേഷൻ വരാം. അത് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് കാണിക്കാം. അതിനുശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ് കാണിക്കണം. പിന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാണിക്കണം. റിട്ടേൺ ഓൺ അതെന്താണെന്ന് പറയാം, അതിന്റെ കാൽക്കുലേഷൻ പറയാം. റിട്ടേൺ ഓൺ സെയിൽ കാണിക്കണം. DSCR, ഡെപ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ, അത് കാണിക്കണം. ബ്രേക്ക് ഈവൻ പോയിന്റ് കാണിക്കണം. ക്യാഷ് സർപ്ലസ് കാണിക്കണം. ഇവിടെ വരെ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് എല്ലാ പ്രോജക്റ്റും അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ ഭാഗം വരെ ഒരു ഏത് പ്രോജക്റ്റ് ആണെങ്കിലും ഇത്രയും ഭാഗം ഉണ്ടായിരിക്കും. എന്നാലേ മിക്കവാറും ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും. ഇതുവരെയുള്ള ഭാഗം ഉണ്ടായിരിക്കും. എന്നാൽ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് വരുമ്പോൾ, DPR വരുമ്പോൾ ഇത് മാത്രം പോരാ. ഇതിന്റെ എല്ലാ കാൽക്കുലേഷൻസ് 5 വർഷത്തെ കാൽക്കുലേഷൻസ് എല്ലാം ഉണ്ടായിരിക്കും. അത് എന്താണ് 5 വർഷത്തെ വരുന്നത്? അതിന്റെ റീപേയ്മെന്റ് ചാർജ്. റീപേയ്മെന്റ് ചാർജ് വരുമ്പോൾ 5 വർഷത്തെ മുതലും പലിശയും കൂടെ ഓരോ വർഷവും തിരിച്ചടക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ 5 വർഷത്തെ 5 വർഷത്തിൽ ഞാൻ പറഞ്ഞു, ബിൽഡിങ്ങിനാണ് 1 ലക്ഷം രൂപയുടെ ബിൽഡിങ്ങിനാണ് 5%, 5000 രൂപ ഫസ്റ്റ് ഇയർ വരും. സെക്കൻഡ് ഇയർ വരുമ്പോൾ ഡിപ്രീഷിംഗ് ഇതാണെങ്കിൽ 95,000 രൂപയുടെ വരാം. അങ്ങനെ 5 വർഷത്തെ ഡിപ്രീസിയേഷൻ. പിന്നീട് പ്രോഫിറ്റബിലിറ്റി റിപ്പോർട്ട്. ഇതിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്?
ഇതിന്റെ റേഷ്യോ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യും, ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മുമ്പ് അതിനകത്ത് പറഞ്ഞു ഒരു 10 ലക്ഷം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ വർഷം നമുക്കൊരു 2 ലക്ഷം രൂപയുടെ വിറ്റ് വരും, നമുക്ക് 20% ഇല്ലേ? അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ROI അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇത് ഓരോ സ്ഥലത്തും മാറിയൊക്കെ വരാൻ എന്നിരുന്നാൽ പോലും ഒരു സ്റ്റാൻഡേർഡ് ROI 15% വന്നിരിക്കണമെന്നാണ്. എന്നാലും ഒരു 20, 25, 30 ഒക്കെയാണ്, 30 കൂടുതലാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു 24, 25 ഒക്കെ ROI വരണം. അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ആ വാക്കിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മതി, സിമ്പിൾ ആയിട്ട്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിൽ നിന്ന് റിട്ടേൺ കിട്ടി. റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റിനെ ബേസ് ചെയ്താണല്ലോ റിട്ടേൺ എന്ന് പറയുന്നത്. എത്ര പ്രോഫിറ്റ് കിട്ടി? 10 രൂപ ഞാൻ മുതൽ മുടക്കിയിട്ട് എനിക്ക് 5 രൂപ ലാഭം കിട്ടിയാൽ എന്റെ എന്താണ്? 30% റിട്ടേൺ കിട്ടും. സിമ്പിൾ ലോജിക് അല്ലേ? അത്രയും മനസ്സിലാക്കിയാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. മുടക്ക് മുതലിന്റെ ഇത്ര ശതമാനം തിരിച്ചു കിട്ടും. കാൽക്കുലേഷൻ പോകുന്നതും ടഫാണെന്ന് എനിക്കറിയാം. ഉച്ച സമയമാണ്, നല്ല ബുദ്ധിമുട്ട് വരുമെന്ന് അറിയാം. ഈ കാൽക്കുലേഷൻ കൂടുന്തോറും ബുദ്ധിമുട്ട് കൂടും. സിമ്പിളായിട്ട് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോർഷൻ എല്ലാം പ്രോജക്റ്റ് ഉൾപ്പെടുത്തണം. ഇനി വരുന്നതല്ല കാൽക്കുലേഷൻ ആണ്. ഇത് DSC, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച് നമുക്ക് എത്രത്തോളം ലയബിലിറ്റി അസറ്റ് കാൽക്കുലേഷൻ, നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ, ഇതിന്റെ കാൽക്കുലേഷൻ നോക്കി. പ്രോഫിറ്റ്, ഒരു വർഷത്തെ പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ബിൽഡിങ്ങിനും ഉണ്ടായിരിക്കാം, പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും ഉണ്ടായിരിക്കാം. അതുപോലെ ഇൻട്രസ്റ്റ്, ടേം ലോണിന്റെ മാത്രം വർക്കിംഗ് ക്യാപിറ്റലിൽ ഇത് മൂന്നും കൂടെ കൂട്ടുന്ന തുക ഡിവൈഡഡ് ബൈ റീപേയ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ആണ് ഉദ്ദേശിക്കുന്നത്. ലോണിന്റെ പ്രിൻസിപ്പിൾ, റീപേയ്മെന്റ് ഓഫ് ടേം ലോൺ, നമ്മുടെ ടേം ലോണിന്റെ റീപേയ്മെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ടേം ലോണിന്റെ ഇൻട്രസ്റ്റ് കൂടെ കൂട്ടുന്ന തുക മേളിൽ നിന്ന് താഴോട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. ആ ഒരു സ്റ്റാൻഡേർഡ് DSCR എന്ന് പറഞ്ഞതിനെ പെർസെന്റേജ് ആക്കി കഴിയുമ്പോൾ 1.82 ഒരു കാരണവശാലും പുറത്തോളം DSCR. അതായത് നമുക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ അതിന് മേളിൽ ഇരട്ടിയെങ്കിലും നമ്മുടെ അസറ്റ് ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ലയബിലിറ്റിയേക്കാൾ കൂടുതൽ അസറ്റ് നിൽക്കണം. ആ ഡെറ്റ് നമ്മളെ കവർ ചെയ്ത് നിൽക്കണം നമ്മുടെ അസറ്റ് ലയബിലിറ്റി. അങ്ങനെ വരും സ്റ്റാൻഡേർഡ് DSCR എന്ന് പറഞ്ഞാൽ 1.825%. അപ്പോ ഒരു 1.6 ഒക്കെയാണ് DSCR വരുന്നതെങ്കിൽ ബാങ്ക് കാൽക്കുലേഷൻ, ചില ബാങ്കുകളൊക്കെ നമുക്കറിയാം ഇതൊക്കെ അവര് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. DSCR ഇത്ര പെർസെന്റേജ്, ബ്രേക്ക് ഇവൻ പോയിന്റ് ഇത്ര പെർസെന്റേജ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇത്ര പെർസെന്റേജ്, റിട്ടേൺ ഓൺ സെയിൽസ്, ഇത് ആ ഒരു പെർസെന്റേജിൽ അവർ ഇത് ചിലപ്പോൾ റിട്ടേൺ ചെയ്തു ഇന്ന കാരണം. അപ്പൊ അങ്ങനെ ആ കാൽക്കുലേഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു 1.8 മിനിമം എങ്കിലും DSCR വരണം. അത് മേപ്പോട്ട് എത്ര ആവും, എന്നാലും ഒരു 2, 2.5, 3 ഒക്കെയാണ് നല്ല സ്റ്റാൻഡേർഡ് DSCR എന്ന് പറയുന്നത്. 5 കൂടുതലൊന്നും പോകണ്ട. ഓക്കെ, ആ കാൽക്കുലേഷൻസ് ഇപ്പൊ പറഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവില്ല. പക്ഷെ DSCRന്റെ കാൽക്കുലേഷൻ ഇതാണെന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് മനസ്സിലാകാത്ത ഒന്നുമില്ല. പ്രോഫിറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ, ഒരു വർഷത്തെ ടേം ലോൺ ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ ഒരു വർഷത്തെ മുതൽ തിരിച്ചടയ്ക്കുന്നത് ടേം ലോണിന്റെ പ്ലസ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അതേ ഡിവൈഡഡ് ബൈ ഇതാണ് വരുന്നത് DSCR, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ. ഇനി ക്യാഷ് സർപ്ലസ്. ക്യാഷ് സർപ്ലസ് എന്താണ്? നമ്മൾ ഒരു വർഷത്തെ പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ വരാം. അതുപോലെ തന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ ഡിപ്രീസിയേഷൻ ആർക്കെങ്കിലും കൊടുക്കുന്നതാണ് അല്ല. നമ്മൾ എന്തിനാണ് തീരുമാനം? ഓരോ വർഷം കഴിയുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിനെ മെഷീനറിയൊക്കെ മൂല്യ ശോഷണം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വരുന്ന അതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് തന്നെ വരികയാണ് ആ കാൽക്കുലേഷൻ. ഈ കാൽക്കുലേഷൻ പ്രകാരം പ്രൊജക്ട് പോവുകയാണെങ്കിൽ നമ്മുടെ അത് അധികം പ്രോഫിറ്റ്, ഡിപ്രീസിയേഷൻ, ക്യാഷ് സർപ്ലസ്. ഓക്കെ, ഇതാണ് എന്റെ കാൽക്കുലേഷൻ. ഇനി റിട്ടേൺ ഓൺ സെയിൽസ്. മുമ്പേ നമ്മൾ പറഞ്ഞ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇനി റിട്ടേൺ ഓൺ സെയിൽസ്.
അതായത് റിട്ടേൺ ഓൺ സെയിൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിനകത്ത് തന്നെ ഉണ്ട് സെയിൽസിന്റെ റിട്ടേൺ. ഒരു വർഷം നമ്മൾ എത്ര രൂപയ്ക്ക് കിട്ടും, അതിൽ എത്ര രൂപ ലാഭം, അതാണ് റിട്ടേൺ ഓൺ സെയിൽസ്. പ്രോഫിറ്റ് പെർ ഇയർ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് പെർ ഇയർ. ഇപ്പൊ 10 ലക്ഷം രൂപയുടെ ഒരു മുമ്പ് പറഞ്ഞ ഒരു സെയിൽ ഉണ്ടായി 2 ലക്ഷം രൂപ നമുക്ക് ലാഭം കിട്ടിയാൽ 20% ആയിരുന്നു. എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റിട്ടേൺ ഓൺ സെയിൽസ് എന്ന് പറയുന്നത് ഒരു 6% മുതൽ 10% വരെ. 10% പല പ്രോജക്റ്റിനും സാഹചര്യത്തിനനുസരിച്ചൊക്കെ മാറ്റം വരാൻ പറ്റും. 15 വരാം, 20 വരാം, 2 വരാം, 3% വരാം. വലിയ പ്രോജക്റ്റ് ഒക്കെ ഇപ്പം കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ, റോ മെറ്റീരിയലും ഒക്കെ വരുന്ന ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല പ്രോഫിറ്റ് ആണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ഒരു മാസം 1 ലക്ഷം രൂപ വരെ ലാഭം കിട്ടുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് വിചാരിച്ചു. ഒരു വർഷം 12 ലക്ഷം രൂപ ലാഭം ഇല്ലേ? എന്നാൽ അവര് ഉപയോഗിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ 5 കോടി 6 കോടി രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇങ്ങനെ റോൾ ചെയ്ത് റൺ ചെയ്ത് പോവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര വരും? വളരെ കുറഞ്ഞ റിട്ടേൺ ഓൺ സെയിലേ വരും. 10% 5 കോടി രൂപയുടെ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ സെയിലാ നടക്കുന്നതെങ്കിൽ, 5 കോടി രൂപയുടെ സെയിലാ നടക്കുന്നതെങ്കിൽ 50 ലക്ഷം വന്നാലേ 10% ആവും. ആലോചിച്ചു ഇല്ലേ? 5 ലക്ഷം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു, 1% അപ്പൊ തട്ടമാന്ന് തന്നെ പറയാം. അതായത് 5 ലക്ഷം ഒരു വർഷം വരണമെങ്കിൽ 45,000 രൂപ മന്ത്ലി പ്രോഫിറ്റ്, അപ്പോഴും തഷ്ടമാണ് ഇല്ലേ? അപ്പൊ ഒരു 6% 7% ഒക്കെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് 1 കോടിയുടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് 1 കോടി രൂപ വിറ്റുവരവ് നടന്നൊരു സംരംഭത്തില് 7% എന്ന് പറയുന്നത് 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ വരണമെങ്കിൽ ഒരു മാസം മിനിമം ഒരു 50,000 രൂപയെങ്കിൽ ലാഭം കിട്ടും. 7 ലക്ഷം രൂപ ലാഭം കിട്ടും, ഒരു 55,000 ആ റേഞ്ച് ലാഭം ഇല്ലേ? 55,000 രൂപ മിനിമം ലാഭം കിട്ടിയാൽ മാത്രമേ 1 കോടി രൂപ ടേൺ ഓവറിനടുത്ത് ലാഭം നമുക്ക് ഒരു സെയിൽസ് റിട്ടേൺ ഓൺ സെയിൽസ് ലാഭം. ഓരോ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഈ കാൽക്കുലേഷൻ മാറും. ഇനിയും വരുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നതിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു 80% കപ്പാസിറ്റി ഓഫ് യൂട്ടിലൈസേഷൻ. അതായത് ഇനി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ, കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഒരു ഇത്രയും മനസ്സിലായി, നോ ലോസ് നോ പ്രോഫിറ്റ്, അതാണ് എന്റെ ഒരു ഡെഫിനിഷൻ ബ്രേക്ക് ഈവൻ പോയിന്റ്. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ ഇപ്പൊ കാൽക്കുലേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് പ്രയാസമാണ്. ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മളൊരു മാസത്തെ പ്രൊഡക്ഷൻ വരുമ്പോൾ സ്ഥിരമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാവും. എന്താണ് സ്ഥിരമായിട്ടുള്ള ചെലവ്? ഇപ്പൊ ഡിപ്രീസിയേഷൻ എല്ലാ മാസവും സ്ഥിരമായിട്ടുള്ള ചെലവുകൾ, റെന്റ് എല്ലാ മാസവും സ്ഥിരമായിട്ട് വരുന്നു, ടേം ലോണിന്റെ തിരിച്ചടവ്, അത് ഫിക്സഡ് കോസ്റ്റ് ആണ്. എന്നാൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. ഈ ലേബറിന്റെ സ്റ്റാഫിന്റെ ഫിക്സഡ് കോസ്റ്റ് വരാം, വേരിയബിൾ കോസ്റ്റ് വരുമ്പോൾ ലേബർ ചിലപ്പോൾ മാറാം, റോ മെറ്റീരിയൽസ് അങ്ങനെയുള്ള അതർ എക്സ്പെൻസുകളിൽ പല കാര്യങ്ങളും മാറാം. അതൊക്കെയാണ് വേരിയബിൾ കോസ്റ്റ് വരാൻ സാധ്യത. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ലോജിക്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നോ ലോസ് നോ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 25,000 രൂപയുടെ ഒരു എക്സ്പെൻസ് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി 25,000 മുടക്കി. ആ 25,000 എപ്പോ നമ്മൾ മുതൽ മുടക്കി അത് തിരിച്ചു കിട്ടി, ആ 25,000 രൂപ തിരിച്ചു കിട്ടിയെന്ന് വിചാരിച്ചു. തിരിച്ചു കിട്ടുന്ന ആ അവസ്ഥയാണ് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്യുന്ന അവസ്ഥ മനസ്സിലാവുന്നത് വിചാരിക്കുന്നു. 25,001 ഞാൻ 25,000 രൂപ മുടക്കി വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടി മുടക്കി കഴിഞ്ഞാൽ ആ 25,000 രൂപ എനിക്ക് തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ ലാഭമൊന്നും ആയില്ല. നോ ലോസ് നോ പ്രോഫിറ്റ്. അവിടാണ് ബ്രേക്ക് ഈവൻ ചെയ്യുന്നത്. 25,001 ആയി കഴിഞ്ഞാലോ 1 രൂപ ലാഭത്തിലേക്ക് അല്ലേ? അപ്പൊ ആ നോ ലോസ് നോ പ്രോഫിറ്റ് വരുന്ന അവസ്ഥയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ 20 to 60%, 20% to 60% വരെ പോവാം. എന്നിരുന്നാൽ പോലും 35%, ഒരു 30 to 40 ഒക്കെ വരുന്നതാണ് ജനറലി സ്റ്റാൻഡേർഡ്. എന്നാലും
നമ്മൾ 20 മുതൽ 60% വരെ ബ്രേക്ക് ഇവൻ പോയിന്റ് മാറി മാറി ഓരോ പ്രസ്ഥാനത്തിനും ഓരോ സംരംഭത്തിനനുസരിച്ച് മാറി മാറി. ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊരു നല്ല ടഫാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്ര നിങ്ങൾ മനസ്സിലാക്കും. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് നോ ലോസ് നോ പ്രോഫിറ്റ് എന്ന് പറയുന്ന അവസ്ഥയാണ്. അത് 30 മുതൽ 40% വരെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന 5 വർഷത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ ഞാൻ കുറിച്ച് പറയുകയാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ വരേണ്ട കാര്യം ഒന്ന്, ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, പണത്തിന്റെ വരവ് ആ ഒഴുക്ക് സ്റ്റേറ്റ്മെന്റ്. 5 വർഷത്തെ സ്റ്റേറ്റ്മെന്റ് പ്രോജക്ട് കൂടി. അതിൽ ആദ്യം വരവ് നോക്കി, സോഴ്സ് ഓഫ് ഫണ്ട്, എവിടുന്നാണ് വരവ് വരുന്നത്? പ്രോഫിറ്റ്, ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ്. പിന്നെ ഇൻട്രസ്റ്റ്, നമ്മളുടെ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് നമ്മുടെ കയ്യിൽ നിടുന്നുണ്ടെങ്കിൽ ആ ഷെയർ ക്യാപിറ്റൽ, ടേം ലോണിന്റെ ഇൻക്രീസ്, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആയിട്ട് കിട്ടുന്ന ഇൻക്രീസ്, അതൊക്കെ വരവാണ്, ഇങ്ങോട്ട് കിട്ടുന്നതാണ്. നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കുന്നവർക്ക് ടേം ലോൺ ആയിട്ട് കിട്ടും, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആയിട്ട് കിട്ടും, നമ്മുടെ കയ്യിൽ എടുക്കുന്ന ഷെയർ ക്യാപിറ്റൽ ആയിട്ട് കിട്ടും, ഇല്ലേ? ഈ ഡിപ്രീസിയേഷൻ അതൊരു വരവാണ്, നമ്മൾ കൊടുക്കുന്നില്ല. ഇനി അടുത്ത ഡെപ്പോസിഷൻ ഓഫ് ഫണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി വന്ന പൈസ മുടക്കി, റോ മെറ്റീരിയലും മറ്റു കാര്യങ്ങൾ അതർ എക്സ്പെൻസിന് വേണ്ടി, കറണ്ട് അസറ്റിന് വേണ്ടിയിട്ട് മുടക്കി, ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് മുടക്കി, ഇതൊക്കെ ഡെപ്പോസിഷൻ. വർക്കിംഗ് ക്യാപിറ്റൽ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് മുടക്കി, ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് മുടക്കി, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യും. ചില സമയത്ത് പല കാര്യങ്ങൾ നമ്മൾ യൂണിറ്റിൽ നിന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് ചിലപ്പോൾ 500 രൂപ, 1000 രൂപ, 2000 രൂപ ഡെയിലി മാസത്തിലൊക്കെ പിൻവലിക്കും. അതാണ് ഡ്രോയിങ്സ്. നമ്മുടെ പേഴ്സണൽ ബിസിനസ് പർപ്പസിനല്ല, പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്നതാണ് ഡ്രോയിങ്സ്. അപ്പൊ അങ്ങനെയൊക്കെ ചെലവുണ്ടാവും. അപ്പൊ വരവ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനകത്ത് സോഴ്സ് ഓഫ് ഫണ്ട് വരവും കാണിക്കണം, ചെലവും കാണിക്കണം, ഡെപ്പോസിഷൻ. അങ്ങനെ അത് രണ്ടും കൂടെ വന്നതിന്റെ വരവിൽ നിന്ന് ചെലവ് കുറയ്ക്കുമ്പോൾ ആണ് എന്ത് കിട്ടുന്ന? അക്യുമുലേഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ആദ്യം ഒരു ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവാം, ദെൻ ഈ വരവും ചെലവും കൂടെ ഓരോ വർഷത്തെ കുറയ്ക്കുന്ന നെറ്റ് പ്രോഫിറ്റോ ക്യാഷ് ബാലൻസോ ഉണ്ടാവാം, അതിനുശേഷം ക്ലോസിംഗ് ബാലൻസ്. അങ്ങനെ 5 വർഷത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇത് ഞാനൊന്ന് പ്രാക്ടിക്കലായിട്ട് ഓടിച്ച് കാണിക്കാം. പിന്നെ ബാലൻസ് ഷീറ്റ്, 5 വർഷത്തെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു എന്താ പറയുക, ഒരു ബാലൻസ് പത്രം ഷീറ്റ് അല്ലെ? ഒരു സംരംഭത്തെ സംബന്ധിച്ച് ലയബിലിറ്റിയും അസറ്റും, ഒരു സംരംഭത്തെ, എല്ലാ സംരംഭത്തെ സംബന്ധിച്ച് ലയബിലിറ്റി അസറ്റ്. ക്യാപിറ്റൽ നമ്മുടെ മൂലധനം ലയബിലിറ്റിയാണ്. എന്താണ്? ഞാൻ എന്റെ സംരംഭത്തിന് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ നിന്ന് മുടക്കുന്നത്. മുമ്പേ ഞാൻ പറഞ്ഞു 5%, 10%, 20% ഒക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് മുടക്കണം എന്ന് പറഞ്ഞു, ഓൺ ഫണ്ടായിട്ട്. അത് സംരംഭത്തിനെ സംബന്ധിച്ച് ലയബിലിറ്റിയാണ്. കാരണം എനിക്കത് തിരിച്ചു തരണ്ടേ? ഞാൻ ഓണർ സംരംഭത്തിന് വേണ്ടിയിട്ട് പൈസ മുടക്കുമ്പോൾ അത് തിരിച്ചു തരണം, അതുകൊണ്ടാണ് അത് ലയബിലിറ്റി. പിന്നെ റിസർവ് സർപ്ലസ് ഒക്കെ വീതിച്ചു കൊടുക്കണം, ടേം ലോൺ ലയബിലിറ്റിയാണ്, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ലയബിലിറ്റിയാണ്, ലോണുകളെല്ലാം ലയബിലിറ്റിയാണ്. ഈ അസറ്റ് വരുമ്പോൾ എന്താണ്? നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള അസറ്റുകളെല്ലാം അസറ്റാണ്, സ്റ്റോക്കുകളെല്ലാം അസറ്റാണ്, ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്കിൽ കിടക്കുന്ന ക്യാഷ്, കയ്യിലുള്ള ക്യാഷ്, ഇതെല്ലാം അസറ്റാണ്. ഇത് രണ്ടും എപ്പോഴും ടാലിയായിരിക്കും. 5 വർഷവും ടാലിയായിട്ട് നമ്മൾ പോകണം. അതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതില് ഇനി ഞാൻ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പ്രൊജക്ട് റിപ്പോർട്ട് കാണിച്ചു തരാം, ഒന്ന് നോക്കൂ. ഒരു മിനിറ്റ്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് നമുക്കിപ്പോ കാണാം. ഞാനിപ്പോ ഒരു ജസ്റ്റ് ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഇത്രയും നേരം പറഞ്ഞു, നമ്മൾ കാൽക്കുലേഷൻസ് പ്രോജക്ട് റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ട് നിങ്ങളെ കാണിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു പ്രോജക്ട് റിപ്പോർട്ടാണ്. ഇതൊന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും നേരം പറഞ്ഞതിൽ പ്രോജക്ട് റിപ്പോർട്ട് നിങ്ങൾ നോക്കിക്കോളൂ. ആദ്യം ഒരു ഫേസിംഗ് ഷീറ്റ്,
എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു ഫേസിംഗ് ഷീറ്റ് ഉണ്ട്. ആ ഫേസിംഗ് ഷീറ്റിൽ എന്താണ് വന്നിരിക്കുന്നത്? പ്രോജക്ട് റിപ്പോർട്ട്, സ്ഥാപനത്തിന്റെ പേര്. ഇനി MRS എന്ന് പറഞ്ഞ ഒന്നും ചിന്തിക്കേണ്ട. മെസ്സേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ശ്രീ അല്ലെങ്കിൽ ശ്രീമതി, മിസ്റ്റർ എന്നൊക്കെ നമ്മുടെ പേരിന് മുമ്പ് ചേർക്കുക. വന്നിട്ടില്ല? എല്ലാവർക്കും കാണാമല്ലോ പ്രസന്റേഷൻ? ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒരു സെക്കൻഡ് ശരിയാക്കാം.